നടക്കട്ടെ. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സ്നേഹാദരം നിറഞ്ഞ ഈരാമുട്ടി മുസ്ലിം, ഇസ്മായിൽ മുസ്ലിം തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടതുപോലെ 50 വർഷം പൂർത്തിയായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, അതായത് നിങ്ങളുടെ ഇരുവേറ്റിയിലെ ദീർഘകാലത്തെ ഖാദിയാനും നേതാവുമായിരുന്ന മൗലാന മർഹൂം ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ പരിസരത്തെ പഞ്ചായത്തിന്റെ കേന്ദ്രമായ കാവനൂരിലെ ഖാദിയായിരുന്ന മൗലാന മർഹൂം മൊയ്തീൻ മുസ്ലിയാർ, വളരെ ദീർഘകാലം കാവനൂർ മുദദ്ദിസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടാൻ ഇടയാകുമാർ ദീർഘമായി കാവനൂരിൽ ദർസ് നടത്തിയിരുന്ന മൗലാന മർഹൂം വിളയൂർ മുഹമ്മദ് മുസ്ലിയാർ പോലുള്ള മഹാരഥന്മാരൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് രൂപീകരിച്ച കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ആ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് 50 വർഷം പൂർത്തിയായതിന് തുടർന്ന് അതിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഏതാണ്ട് ഒരു കൊല്ലം നീളുന്ന പരിപാടികളോടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പ്രഥമ പരിപാടി തന്നെ ഈ മാസവും അടുത്ത മാസവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയത്തിൽ ഒരു പ്രചാരണമാണ്. ഇതിന്റെ പാണ്ഡിത്യവും പ്രസക്തിയും ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണക്കാരായ ആളുകൾ, മഹല്ലിലെ സാധാരണ ജനങ്ങൾ, മുസ്ലിംമാരെ പോലെ പണ്ഡിതന്മാരെ പോലെ അത്ര ആഴത്തിൽ ഇതിന്റെ കാരണങ്ങളൊന്നും അറിയുന്നവരല്ല. ഈക്കക്കാരെ പള്ളി ഏപ്പിക്കാരും പിടിച്ചെടുക്കാൻ നടക്കുന്നു, ഏപ്പിക്കാരെ പള്ളി ഈക്കക്കാർ പിടിച്ചെടുക്കാൻ നടക്കുന്നു, ഇക്കക്കാർക്ക് ഇക്കക്കാരെ പള്ളി എപ്പിക്കാർക്ക് എപ്പിക്കാരെ പള്ളിയേക്ക് പോയാൽ പോലെ എന്ന ഒരു നിലപാടാണ് സാധാരണക്കാരായ ആളുകളുടെയൊക്കെ മനസ്സിൽ ഇതുമായി ഉയർന്നു വരുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു 10-30 വർഷത്തിനിപ്പുറമായി നമ്മുടെ നാടിൽ കാണുന്ന പള്ളികളൊക്കെ ഓരോ സംഘടനയുടെ പള്ളിയായി വിലയിരുത്തിയിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. പൊതുവായി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി നമ്മൾ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ മൂത്രം പാർത്താൻ കയറിയാല് ഇത് ഏത് പള്ളിയാണ്, ആര് പള്ളിയാണ് എന്നാണ് നമ്മൾ കാര്യമായിട്ട് പറയാം. പറഞ്ഞാൽ അത് ഈക്കപ്പള്ളി, അല്ലെങ്കിൽ എപി പള്ളി, അല്ലെങ്കിൽ സംസ്ഥാന പള്ളി, അല്ലെങ്കിൽ മുജാഹിദ് പള്ളി, ഏതുപോലത്തെ സംഘടനകൾ എന്നതൊന്നും വിഷയമുണ്ട്. ഏതെങ്കിലും ഒരു സംഘത്തിലേക്ക് ചേർത്ത് മാത്രമേ പള്ളികൾ പറയൂ. ഇത് നിങ്ങളൊരു 10-30 വർഷം മുൻപ് കേൾക്കാറുണ്ടോ? അങ്ങനെ കേൾക്കാറില്ല. ഇരുവേറ്റിയിലെ പള്ളി, ഇരുവേറ്റി പഴയ ദിനത്ത് പള്ളി, ഇരുവേറ്റി അങ്ങാടിയിലെ പള്ളി, കാവനൂരിലെ പള്ളി, മഞ്ചേരിയിലെ പള്ളി, മഞ്ചേരിയിലെ സെൻട്രൽ ജുമാ മസ്ജിദ്, മാർക്കറ്റിലെ പള്ളി, ഇങ്ങനെ നമ്മൾ നാടുമായി പ്രദേശവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് പള്ളികളെ പറയാറുള്ളത്. ആ നാട്ടുകാരുടെ പള്ളിയാണത്, ആ നാട്ടുകാരുടെ മുസ്ലിമുകളുടെ പള്ളിയാണത്. ആ പള്ളി കേന്ദ്രീകരിച്ചുള്ള മഹല്ല് മുസ്ലിമുകളുടെ മഹല്ലാണ്. അങ്ങനെ മുസ്ലിം മഹല്ല്, മുസ്ലിം പള്ളി, നാടിന്റെ പള്ളി എന്ന് പറഞ്ഞു വന്നിരുന്ന നമ്മുടെ നാടിലെ പള്ളികളൊക്കെ ഏതാണ്ട് 90 വർഷം മാത്രമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘത്തിന്റെ 2 പാർട്ടികളാണല്ലോ ഈ KAT പാർട്ടികൾ. 90 കൊല്ലത്തിന് ഇപ്പോഴല്ലേ സമസ്തയുള്ളൂ.
അതിനു മുൻപ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളികൾ പോലും നീക്കപ്പള്ളി, ഏത്തിപ്പള്ളി, മറ്റുപള്ളി, വർക്കപ്പള്ളി എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അങ്ങനെ ഒന്ന് എത്തിപ്പെട്ടതാണ് ഈ വിശ്വാസത്തിലേക്ക്, പ്രയോഗങ്ങളിലേക്ക്. ഇന്ന് നമുക്ക് അങ്ങനെ പറയുന്നത് മദ്രസ അങ്ങനെ തന്നെ ഈക്കക്കാര മദ്രസ, ഏത്തിക്കാര മദ്രസ, മുജാഹിദ് മദ്രസ, സംസ്ഥാനക്കാര മദ്രസ. നാട്ടുകാർക്ക് മദ്രസയില്ല, നാട്ടുകാർക്കൊരു മദ്രസയില്ല, നാട്ടിലെ മുസ്ലിമുകൾക്കൊരു മദ്രസയില്ല, ഒക്കെ സംഘടനയുടെ മദ്രസയാണ്. എല്ലാം സംഘടനക്കാർക്ക് തീരെ ഇടപെട്ടതായി മാറിയിരിക്കുന്നു. ഈ ഒരവസ്ഥ ഒരു 10-30 വർഷത്തിനിപ്പുറമല്ലേ നമ്മൾ ഇത്ര പ്രചാരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് സ്ഥിരമായി, ആരാണ് ഇതിന് കാരണക്കാർ, എന്താണ് ഇതിന് കാരണം? സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കാറുണ്ട്. നാട്ടുകാരുടെ മഹൽ നഷ്ടപ്പെട്ടുവോ? നാട്ടുകാരുണ്ടാക്കിയ പള്ളി അവരുണ്ടാക്കിയ പള്ളിയല്ലേ? ഇപ്പോഴും നാട്ടുകാർ തന്നെയല്ല നടത്തുന്നത്. നാട്ടുകാരല്ലേ അവിടെ ആളുകൾ നിയമിക്കുന്നത്. നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് തിന്നാൻ കൊടുക്കുന്നത് നാട്ടുകാരല്ലേ? ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരല്ലേ? പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നാട്ടുകാരല്ലേ? പള്ളി പുനർനിർമ്മിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരല്ലേ? എല്ലാം നാട്ടുകാരാണ്. നാട്ടുകാരില്ലാത്ത ഒരു ചുറ്റുപാടുണ്ടായത് ഏതാനും വർഷങ്ങളായി, ദശകങ്ങളായി അറബികളുടെ പണം കൊണ്ട് അറബിപ്പള്ളികൾ ഉണ്ടാകുന്നതാണ്. അറബിപ്പള്ളികളും നമ്മുടെ നാടുകളിൽ വരുന്നത് എങ്ങനെയാണ്? ആര് സംഘടനക്കാർ, ഏത് സംഘടനക്കാർ കൊണ്ടുവന്നാലും ആ സംഘടനയുടെ പേരിൽ വരുന്നതല്ല അറബിപ്പള്ളി. അപ്രദേശത്തൊരു പള്ളി ആവശ്യമില്ല, അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് ഇബാദത്തിന് വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അറബിപ്പള്ളികൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. വാങ്ങിക്കൊണ്ടുവന്ന് കേൾക്കുന്നത് ആരാണോ അത് അവരുടെ പള്ളിയായി മാറും. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. നാട്ടുകാർക്ക് പള്ളിയില്ല, നാട്ടിലെ മഹല്ലിലാളുകൾക്ക് പള്ളിയില്ല, പൊതുവെ മുസ്ലിമീങ്ങൾക്ക് പള്ളിയില്ല. സംഘടനയുണ്ടോ? ഓർക്കേ പള്ളിയുള്ളൂ. ഇനി അവസാനം സംഘടനക്കാർക്ക് മാത്രമേ മഹല്ലിന്റെ മഹബറയിൽ മറമാടാൻ പറ്റൂ എന്നിടത്ത് എത്തും സഹോദരങ്ങൾ. അങ്ങനെയൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈക്കക്കാര പള്ളി ഈക്കക്കാര പള്ളിയുടെ മക്കബറയുമാണ്, ഏപ്പിക്കാര പള്ളിയും ഏപ്പിക്കാരുടെ മക്കബറയുമാണ്, മറ്റുള്ളവർക്കവിടെ മറമാടാൻ പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഒന്നുപെട്ടു എന്ന് ചിന്തിക്കുക. ഇതിന്റെ യഥാർത്ഥ നിലവാരം ഇപ്പോ വളർന്നു വരുന്നതായ മക്കൾ, കുട്ടികൾ ഇങ്ങനെ ഒരു സംഘടനയുടെ പേരിൽ മാത്രമേ മുസ്ലിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണമെന്നാണ് സംഘടനകളുടെ താല്പര്യവും. കുട്ടികൾ മുന്നിൽ നിന്ന് വിരിഞ്ഞു വരുമ്പോഴേക്ക് തന്നെ ഒരു 4-5 വയസ്സിൽ നമ്മൾ മദ്രസയിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ആ കുട്ടികൾ മുസ്ലിം കുട്ടിയല്ല. മുസ്ലിം കുട്ടി എന്നതിലുപരിയായി ഈക്കക്കുട്ടിയോ അല്ലെങ്കിൽ ഏപ്പിക്കുട്ടിയോ ആയിട്ടാണാകുന്നത്. ഇത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ വിവാഹരൂപത്തിൽ സെലബ്രിറ്റി ഇങ്ങനെയാണ് മാറുന്നത്. പണ്ടുകാലത്ത് ഇവിടെ പറയപ്പെട്ടതുപോലെ മഹല്ല് മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുകൊണ്ട് 1920 ശേഷം മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒത്താതുകൾ എന്ന രംഗത്ത് വന്നപ്പോൾ അത് മാത്രമാണ് കേരളീയ അടിസ്ഥാനത്തിൽ ഒരു സംഘടനാ രൂപമായി നമ്മുടെ കേരളത്തിൽ ആദ്യം രംഗത്ത് വന്നത്. അതിനു മുൻപ് കേരളീയ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം സംഘടനയില്ല. മുസ്ലിമീങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങൾ സംഘടനകളായി കടന്നു വരുന്നതും സംഘടനകളിൽ എന്ത് ദൂഷ്യങ്ങളുണ്ടെങ്കിലും അതിന്റെ ഒക്കെ പൈതൃകം യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നതും ഒത്താദികളിലേക്കാണ്. കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു പ്രദേശത്ത് കൂടിയിരുന്ന എറിയാത്തിലെ മുസ്ലിം ഐക്യസംഘത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മൊത്തമായി ഐക്യമുണ്ടാക്കുന്ന സംഘം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നുവന്നത് ഒത്താദികളാണ്. എറിയാറ് എന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്ത്, നമ്മൾ വണ്ടൂർപ്പരിയടല്ല, കൊടുങ്ങല്ലൂരിലെ എറിയാറ് എന്ന പ്രദേശത്തിലെ കുടുംബപരമായ വഴക്കങ്ങളുടെ പേരിൽ, കുടുംബപരമായ പ്രശ്നങ്ങളുടെ പേരിൽ മണപ്പാട്ട് ജില്ലാരാജ്യം വന്നാൽ നമ്മളെ NESന്റെ ബസ് ഉണ്ടായിരുന്ന റസൂർ ഇസ്മായിലിന്റെ വാപ്പ, ഇന്നത്തെ ഫസൽ റസൂറിന്റെ ഉപ്പാപ്പ, അവരുടെ കുടുംബത്തിനുണ്ടായിരുന്ന കുടുംബപരമായ അനൈക്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ മഹല്ലിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘത്തെ കേരളീയാടിസ്ഥാനത്തിൽ മുസ്ലിം ഐക്യസംഘം എന്ന് കൊണ്ടുവരാൻ ഇവിടെ അനൈക്യമുണ്ടായിരുന്നില്ല. അനൈക്യമില്ലാത്ത നാട്ടിലേക്ക് ഐക്യസംഘം എന്നതിനായി വരുമ്പോ ഈ ഐക്യം പറയാൻ വേണ്ടി അവർ അനൈക്യമുണ്ടാക്കേണ്ടേ? കൃത്യമായും അതിനുവേണ്ടി അവരുണ്ടാക്കിയത് തന്നെയാണ് അന്നത്തെ. എന്തിനല്ലേ ഐക്യസംഘത്തിന് പ്രസക്തിയുള്ളൂ? അങ്ങനെ അവരെന്നിവിടെ വക്കാബുകൾ എന്ന പേരിൽ പല പേരുകളിൽ പ്രവർത്തിച്ച് അവസാനം മുജാഹിദ്, കേരള നഗരത്തിൽ മുജാഹിദ് എന്ന പേരിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. 1950 മുതൽ
കേരളത്തിൽ മുജാഹിദീൻ കേരളം ഒരു കേരളം 2 ആയി 3 ആയി 10 ആയി പിന്നീട് കൂടി 1 ആയിട്ട് നടക്കുമെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കല്ല. ആരുടേതാണ് കേരളം എന്ന് പറയുന്നത് മാത്രമല്ല, ഈ കേരളം എന്ന് പറയുന്ന സംഘം ആ പേര് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഒറ്റക്കൊരു പള്ളികളുടെ നാട്ടിലെ മഹല്ലിലെ പള്ളികൾക്ക് ബദലായി ഒരു സംവിധാനം ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ മുജാഹിദുകൾ വന്നത്. അപ്പോഴേ ഒരിക്കൊന്ന് ഒരാളെ കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പ് അതുമില്ല. പഞ്ഞാളുകളൊക്കെ ആവുമ്പോൾ അവർ നമ്മളെ മഹല്ലിലെ പള്ളിയിൽ അങ്ങനെ കൂടിയിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ജുമായല്ലെങ്കിലും ആ ജുമാക്ക് കൂടിയിരുന്നു. ഇഷ്ടപ്പെട്ട മൊയ്ലേലെങ്കിലും പിന്നിലിരുന്ന് നിസ്കരിച്ചിരുന്നു. ഇങ്ങനെ ഉള്ളായിരുന്നു. അവസാനം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുണ്ടായപ്പോൾ അവർ പള്ളികൾ ഉണ്ടാക്കാൻ തുടങ്ങി. പള്ളികൾ ഉണ്ടാക്കിയപ്പോൾ അവർ ഒറ്റയ്ക്കതിൽ പേര് വെച്ചത് സലഫി പള്ളി എന്നായതുകൊണ്ട് പള്ളിയിലുണ്ടായിരുന്നു. പക്ഷെ ഇതവരെ തിരിച്ചറിയാൻ ആവശ്യമാണ്. അതിൽ സമയത്തോളം ജമാഅത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിവേചക ലെവൽ തന്നെ അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ലെവൽ തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഏത് കാലത്താണ് ഓർക്കണം? ഇമാം ഷാഫിയുടെ വിധിയല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ മൻ അഹ്ലുസുന്ന, ആരാണ് അഹ്ലുസുന്ന പേര് ചോദിക്കപ്പെട്ടപ്പോ മഹാനവർ എഴുതുന്നുണ്ടാണ് ഇസ്ലാം എന്ന നാമമല്ലാതെ മുസ്ലിം എന്ന നാമമല്ലാതെ ഒരു വിവേചക നാമമോ ഒരു പ്രത്യേക നാമമോ ഇല്ലാത്തവരാരാണോ അതാണ് അഹ്ലുസുന്ന പ്രിയത. വിവേചക നാമം കൊണ്ട് അറിയപ്പെടുന്നത് എക്കാലത്തിൽ വിദ്യാർത്ഥികാരാണ്. മറ്റൊരിടത്തിൽ നമ്മൾ അപ്പേര് പറഞ്ഞാലല്ലേ അറിയൂ. ശിവാക്കൾ നമ്മൾ ശിവാക്കൾ എന്ന് പറഞ്ഞാലും അറിയൂ. ഹവാരികളെ ഹവാരികളെന്ന് പറഞ്ഞാലും അറിയൂ. വഹാരികളെ വഹാരികളെന്ന് പറഞ്ഞാലും അറിയൂ. അതായത് മുജാഹിദുകളെ മുജാഹിദുകളെന്ന് പറഞ്ഞാലും അറിയൂ. ആ പേരില്ലാതാകാണെങ്കിൽ സെലഫി എന്നുള്ള സ്വയം നാമം ഏറ്റെടുത്തുകൊണ്ട് അവർ വന്നപ്പോൾ ആ സെലഫി എന്ന പേര് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പള്ളിക്ക് പേരിട്ട് തുടങ്ങി സെലഫി പള്ളി. അപ്പോഴാണ് കാവലൂർ പള്ളി, ഇരുവേറ്റി പള്ളി, നാടിന്റെ പള്ളിയൊക്കെ പോകാൻ തുടങ്ങിയത്. സെലഫിപ്പള്ളി. ഈ സെലഫിപ്പള്ളിയുള്ള വിവേചനമാണ് അവർക്ക് ആവശ്യമാണ്. നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം മുസ്ലിം പേരിൽ പറഞ്ഞാൽ അവരറിയില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് മാത്രമേ അറിയൂ. ആ നിലയ്ക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിവേചക നാമമില്ലാത്തവരാണ്. അപ്പൊ നമ്മൾ വിവേചക നാമത്തിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങിയാൽ നമ്മളും അഹ്ലുസുന്നത്ത് നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികാരാകണമോ? മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രസ്ഥാനത്തെ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഈ സുന്നത്ത് ജമാഅത്തിനെ വലിച്ചെടുക്കണമോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഹ്ലുസുന്നത്തിന്റെ വിവേചക ചിഹ്നത്തിൽ നിന്നും നമ്മൾ തിരിച്ചു എഴുതിയിട്ട് അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാലും വേറെ 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 വ്യത്യസ്ത ഇംഗ്ലീഷ് നാമങ്ങളിൽ അറിയപ്പെടുന്നവരെന്ന് പറയണമോ? വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് എത്തിച്ചേർന്നിട്ട് മഹല്ലില്ലാത്തതുകൊണ്ട് നാടിൽ പള്ളിയില്ലാത്തതെന്നുള്ള വിഷയം നമ്മൾ ഇരുവേറ്റി അങ്ങാടിയിൽ വെച്ച് സംസാരം നടക്കുമ്പോൾ ഇരുവേറ്റി പോലുള്ള പ്രദേശത്ത് നടത്തിയതിന്റെ ഗൗരവം തിരിയില്ല. കാരണം ഇവിടെ മഹത്തുക്കളായ നേതാക്കന്മാർ മൗലാന റസൂൽ ആമയിൽ മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള മഹാന്മാരുടെ കീഴിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ളതുകൊണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവേചിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ പരിചയമില്ല. ആരുണ്ടാക്കിയത്? എവിടെ ഉണ്ടാക്കിയത്? ഏത് പള്ളിയായാലും നമ്മൾക്ക് ഇരുവേറ്റി അങ്ങാടിയുടെ പള്ളിയിലെ ഈ പള്ളി വരെയുള്ളൂ. ആരാണെങ്കിന്റെ ഭരണക്കാരിൽ കരുതുകൂടാ. ആരാണെങ്കിലും അങ്ങനെ ഇരുവേറ്റിയിലെ പള്ളിയിലെ പറയൂ. അങ്ങാടിയിലെ പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വ്യത്യസ്ത ആശയക്കാരാകാം, വ്യത്യസ്ത താല്പര്യമുള്ളവരാകാം. അങ്ങനെയാണ് ഇരുവേറ്റിയുടെ സ്വഭാവം. എല്ലാവർക്കും അവിടെ എനിക്കറിയാലോ. നമ്മളോട് ഇഷ്ടപ്പെട്ടവരോ നമുക്ക് ബന്ധപ്പെട്ടവരോ കടപ്പെട്ടവരാകുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിനോ മറ്റൊക്കെ പങ്കെടുക്കേണ്ടിരുന്നാൽ നമ്മളും വരുന്നുണ്ട്, നമുക്ക് നിശ്ചയിക്കാം, എല്ലാവർക്കും പറയാം, എല്ലാവരും പറയാവുന്ന ഒരു രീതി. നിക്കാഹും കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ രോഗിക്കാർക്ക് നിശ്ചയക്കാർക്ക് നിക്കാഹ് വരുമ്പോൾ അതിനും പറ്റുന്ന രീതിയിൽ, അല്ലാത്തവർക്ക് അല്ലാതെയും പറ്റുന്ന രീതിയിലാണ് ഈ മഹല്ലുകളുടെ ഒക്കെ പോക്ക്. അപ്പൊ ഇവിടെ ഇത് ഈ തരത്തിലൊന്നും വഷളായിട്ടില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈ മഹത്തായ നല്ല നിലപാട് ഈ നാടിൽ നിന്ന് നിലനിർത്തുമാറാകട്ടെ. ഇവിടെ അവന് മാത്രം ഉദ്ദേശിച്ചല്ല, ഏറെ നാട് മുൻപത്തിൽ നടക്കുന്ന പ്രചാരണത്തിന്റെ ഇന്നത്തെ ഒരു സമാപനമാണ് ഇവിടെ. നാളെ അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സമാപനമുണ്ട്. അച്ഛനെങ്കിൽ നാളെ ഒരു സമാപനമുണ്ട്. അവിടെ അച്ഛനെ നോക്കിയിട്ട് പോയതുമല്ല, ഇവിടെ ഇരുവേറ്റി നോക്കിയിട്ട് പോകുന്നതല്ല. ഇരുവേറ്റി സൗകര്യാർത്ഥം എല്ലാവർക്കും കൂടി വരാൻ ഒരു സ്ഥലമൊന്നും നോക്കാം. അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ പെട്ടെന്ന് ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയുടെ ഒരു മുസ്ലിം നിൽക്കണമെങ്കിൽ അതിന്റെ പേരിൽ നാട്ടുകാർ തല്ലുകൊള്ളണം. ഒരു മുസ്ലിം നിൽക്കണമെങ്കിൽ നാട്ടുകാർ തല്ലുകൊള്ളണം.
എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ചിട്ട് ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നാല് അപ്പൊ ആ മുസ്ലിയാർക്ക് ഗവൺമെന്റ് നിർത്തിയതിന്റെ ശേഷം ഇതിലുള്ളൂ അയാൾ ഏതോ ഒരാളാണ് പാർട്ടിക്കാരനാണ്. പാർട്ടിക്കാരനാണോ നാം മറ്റേ കൂട്ടർ നിന്നിട്ട് ഇളകും, നമുക്ക് പറ്റൂല. നീക്കക്കാരനാണോ നാം മറ്റേ കൂട്ടർ നിന്നിട്ട് ഇളകും. ഇയാൾ ഓതിയിൽ തെറ്റുണ്ടായിട്ടല്ല, നിസ്കാരത്തിൽ തെറ്റുണ്ടായിട്ടല്ല, മറ്റൊന്നുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിട്ടില്ല. അയാളെ പാർട്ടി തിരിയും. എന്നെ തിരിഞ്ഞെങ്കിൽ അയാളെ കുപ്പായം നോക്കൂ, തലേക്കിട്ട് നോക്കൂ ഏതാണ്, അയാളെ ഈണോ ഒറ്റി നോക്കൂ ഏതാണ്. ഇതിനൊക്കെ തിരിയാ. എത്തിക്കാർക്ക് ഈണാണ്, എത്തിക്കാർക്ക് വേറൊരു ശബ്ദമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശബ്ദമാണ്. എല്ലാത്തിനും ഈ വിവേചനവുമായി കുപ്പായത്തിന്റെ ഭക്ഷണങ്ങളിലും മോരലിലും ഒരേ വിവേചനവുമായിട്ട് വ്യതിരിക്തതന്നെ നിലനിർത്താൻ നിന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം. വീട്ടിൽ വന്ന മൗലൂദ് നടത്തിയാൽ അത് ഞങ്ങളെ മൗലൂദാണെന്നറിയാൻ പ്രത്യേക എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് വികൃതിപരമായി ഉണ്ടാക്കുന്ന കൂട്ടം. എന്നൊക്കെ പറയാൻ ഇതിന് ചിന്തിച്ചാലേ തിരിയുള്ളൂ. സാധാരണ നാട്ടിൽ ചിന്തിക്കില്ല. ഓനെന്തോ വിചാരിച്ചു ഒന്ന് ചിന്തിച്ചാൽ മതി വരും. പണ്ടേ നമ്മൾ കേട്ടുവരുന്ന മൗലൂദിന്റെ അപ്പുറം എന്തെങ്കിലും ഒരു കവിതയോ പാട്ടോ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം ധാരാളം പാട്ടാണ്. ആ പാട്ട് കേട്ടാൽ അറിയാ ചിലരെ ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ഒരു പാട്ടുണ്ടാവുമല്ലോ, ആരംഭത്തിൽ വാഴ മുക്കി മൊബൈലിൽ ഉൾപ്പെടെ. ആ പാടിയാൽ നമുക്കൊന്ന് കേൾക്കുന്നുണ്ടോ? മുസ്ലിനബിയുടെ മതത്താണ് നമ്മൾക്ക് ഉൾക്കൊള്ളു. മുസ്ലിനബിയുടെ മതത്താണ് കേൾക്കുന്നതിന്റെ അറബിന്റെ ഇടയിൽ കൂടെ മലയാളം പാടിയാൽ നമുക്ക് പ്രശ്നം. എന്റെ ഭാഗത്തുനിന്ന് എത്രയോ പാടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പ്രശ്നക്കാരില്ല. ആരംഭപ്പൂ ആയമുക്ക് സൂർ മാറുന്ന ആൾക്കാർക്ക് ആരംഭത്തിൽ ഉത്തരസൂറിന് നമുക്കും. പക്ഷേ വേറെ കുട്ടികൾക്ക് അപ്പോഴേക്ക് അരോചകമുണ്ട്. ഒരപ്പം നീച്ചൂനാണ് മനസ്സിലാക്കിയ രീതിയിൽ ഏതൊരു പാട്ടിന്റെ മുകളിൽ. ഇപ്പൊ മറ്റൊക്കെ മൗലിക നമുക്ക് പണ്ട് നമുക്ക് മങ്കൂസ് മൗലിക ചെയ്തു. ആ മങ്കൂസ് മൗലിക കഴിച്ച് നമ്മൾ യാത്ര ചെയ്തും എടുത്തു വാർക്കും. അങ്ങനെ പോരാ. അപ്പൊ ബദർമഹിയാണ് പോകുന്നത്. അപ്പൊ അത് നമ്മുടെ ചിന്തകൾ ഒരു ഓരോ നാട്ടിൽ ഓരോ വീട്ടിൽ വീടിരിക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുക? ആ വീടിരിക്കുമ്പോൾ നടക്കുന്ന എന്തൊക്കെ നടത്തുക. അപ്പൊ അവര് പറയുന്നത് നമ്മൾ ദാഹം ഓർക്കൊരു കൂട്ടണം ഇംഗ്ലീഷ് കൂടുതൽ കാട്ടുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല. പാറിന്റെ മാറ്റുന്നതാണ് ആരും പാടിക്കോട്ടെ. പക്ഷെ ഞങ്ങളെല്ലാം ഉൾക്കൊള്ളുള്ളൂ സംസ്ഥാനക്കാർക്ക് ഇത് രണ്ടു കൂട്ടുകാർ കുഴപ്പമുള്ളത് എന്നത്താണോ നമ്മൾ ഗതിയിൽ വല്ല മോശമുണ്ടോ? പക്ഷേ നമ്മൾ നിലവിലിരിക്കുന്നതായ സംവിധാനത്തിന് എന്തേ തകരാറ്? നിലവിൽ ഓടിപ്പോകുന്നതിനെന്തേ കുഴപ്പം? നമ്മളെ വാപ്പാപ്പാരും പഴയ കാലത്തെ നല്ല മഹാന്മാരും നടത്തിത്തന്ന മൗലീദിനും അവർ കൊണ്ടുവന്ന വർക്കത്തിനും എന്താണ് മോശം? പുതിയ ചെല്ലുണ്ടെങ്കിൽ വേറെ ചിന്ത പോലെ ഇത് അനുകൂലപ്പെടുത്തിയിട്ട് വേറെ ചെല്ലണം. പുതിയിരിക്കുന്ന നമ്മളെ നാട്ടിൽ എന്താ പതിനെങ്കിൽ ആ പതിവ് പോലെ നടത്തിയിട്ട് പിന്നെ പോയാൽ പോലെ. ആദ്യമുള്ള ബദർ മൗലിദ് എന്നൊക്കെ പറയുന്നത് നമ്മളെ വലിയ മഹാന്മാരായ നമ്മളുടെ ഗുരുപ്രമുഖന്മാരുടെ ഒക്കെ ഗുരുവായ നമ്മളെ പൊന്നാനി ഇമാമിയങ്ങളിൽപ്പെട്ട പണ്ഡിത മഹത്തുക്കളിൽപ്പെട്ട പൊന്നാനി പണ്ഡിതന്റെ മഹാന്മാരുണ്ടാക്കിയതാണ്. അവരുടെ ബദറിന്റെ അസമാനം നമ്മൾ ചെന്നത്. ആ സ്ഥാനത്തെ അപ്പുറമായിട്ട് ഏതെങ്കിലും പ്രത്യേക ഈണത്തിൽ തന്നെ ബദർമാല പാടണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഓരോന്നുണ്ട് ഒരു പാർട്ടി ഓർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ പാർട്ടിയുടെ വിക്കറിൽ ബദർമാനോട് ദേഷ്യം പിടിച്ചിട്ട് മറ്റൊരു പോരാതിരിക്കുക. ബദർമാനോടല്ല ദേഷ്യം, വാസ്തവത്തിൽ ഇത് കൂട്ടരുതാണ്. ഇത് നിങ്ങൾക്ക് അറിയാം എന്നാണ് നമ്മൾക്കും അറിയാം. ആരാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചിന്തിക്കുക. നിങ്ങൾ മുന്നിൽ നിന്ന് വരികയുള്ള 5 വയസ്സിന് മദ്രസയിൽ ചേർക്കുന്ന കുട്ടി അറിയാതെ സംഘടനാപ്രവർത്തകനായി മാറുക. സംഘടന ഒരു ചെറിയ കുട്ടിക്ക് അരിവും പാവും പഠിപ്പിച്ചു വെക്കുന്ന പ്രായമുള്ള കുട്ടിക്ക് സംഘടനയാണ്. നിങ്ങൾ അറിയില്ല മക്കളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പഴയ കാരണവന്മാരെ നിങ്ങൾക്കതറിയില്ല. നമ്മൾ കുട്ടിനെ പഠിപ്പിക്കാനാക്കുന്നതാണ്. പക്ഷെ കുട്ടിനെ പഠിപ്പിക്കാനാക്കുമ്പോഴേക്കും കുട്ടി ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് അവിടെ ഉന്നീന് വിരിയുന്ന കുട്ടിയൊക്കെ സംഘടനയുണ്ട്. SBV അല്ലെങ്കിൽ എന്താ SBS അല്ലെങ്കിൽ SBV. ഇത് AP എന്ന് വായിക്കുന്ന അറബല്ല, ഇംഗ്ലീഷിലാവുന്നു. ഇംഗ്ലീഷുകാരോടുള്ള ബന്ധ വിരോധം ഇപ്പൊ ഇംഗ്ലീഷാവുന്നതായിട്ട്. ഈ ഇംഗ്ലീഷ് പേരിൽ SBV അല്ലെങ്കിൽ SBS ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കൊച്ചു കുട്ടികളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഉസ്താദന്മാർ പോലെ വണ്ടി എടുത്തിട്ട് എവിടുക്കോ സമ്മേളനം, ജില്ലാ സമ്മേളനം, SBV സമ്മേളനം, സംസ്ഥാന സമ്മേളനം, SBS സമ്മേളനം, എന്നിട്ട് കൊണ്ടുപോകുകയാണ്. ഇങ്ങനെ ഇതിനെ കരം പിടിപ്പിച്ചിട്ട് കുട്ടികളെ താല്പര്യം പോലെ ഇങ്ങനെ നിന്നൂർക്കല്ലേ. സ്കൂളിൽ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് നാശപ്പെട്ട് പഴയ കാലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളതൊക്കെ സ്കൂളുകളിൽ സ്കൂൾ അധികൃതരും ഗവൺമെന്റും നിർത്തിവെക്കുകയാണ്.
പണ്ടത്തെ പോലെ KSU SFIക്കോ MSFനോ ഒന്നും പ്രവർത്തിക്കാൻ സ്കൂളുകളിൽ ഇപ്പൊ സൗകര്യമില്ല. ഏതെങ്കിലും നിലക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. അതന്നെ പഴയ മാതിരി അടിപിടികൂടാനും ക്യാമ്പസിൽ അടക്കാനൊന്നും പറ്റുന്ന വിധത്തിലേക്ക് എത്താതെ സർക്കാർ അതൊക്കെ ഇല്ലാതാക്കി വരുമ്പോൾ നമ്മൾ 2 മണിക്കൂർ മാത്രം നടത്താൻ സംവിധാനിക്കപ്പെട്ട മദ്രസയിൽ ഈ സംഘടനാ പ്രവർത്തനം വെച്ച് കാച്ചി ഉണ്ടാക്കിയിട്ട് അവരുടെ മുഴുവൻ സമയ പ്രവർത്തനവും താല്പര്യങ്ങളും അതിലേക്ക് പോക്കുക. എന്തിനാണിവേ? ഈ കുട്ടിയോട് വളർന്നു വരുന്നത് ഞങ്ങളുടെ പരിധിയിലാണ്. മറ്റേ കൂട്ടര് ആനയെ പുലരെന്ന് വിളിച്ചിട്ട് ചീത്ത പറയുന്ന പരുവത്തിൽ വളർന്നു വരണം. ഇത് നമ്മുടെ മക്കളെ കൊണ്ടാണ് കളിക്കുന്നത്. അങ്ങനെ കളിച്ച് വളർന്ന മക്കളാണ് SKSS വിട്ട് ഇപ്പൊ 10-30 വയസ്സിലെത്തി നിൽക്കുന്ന 10-40 വയസ്സിന്റെ കീഴ്പ്പെട്ടുള്ള വിവിധ ആളുകളൊക്കെ ഈ സംഘടനാ പരുവത്തിൽ വളർന്നവരാണ്. മൂല്യമാറ്റുകളും അങ്ങനെ തന്നെയാണ്. മൂല്യമാറ്റുകളും അങ്ങനെ തന്നെയാണ് വളർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ മതവിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുമ്പോഴാണല്ലോ ഇടമാക്കൾ ശ്രദ്ധിക്കുക. മതവിദ്യാർത്ഥികളെ, മുതഅല്ലിമീങ്ങളെ, പള്ളി ദർസിൽ പഠിച്ചിരുന്ന മുതഅല്ലിമീങ്ങളെ SSF എന്ന പേരിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും ശ്രമമുണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് ഒരു 10-40 വർഷം മുമ്പാണ്. ഈ 10-40 വർഷം മുമ്പ് 14 കൊല്ലപ്പോ ആഘോഷിക്കുന്നത്. അക്കാലത്തു തന്നെ ഇത് നൽകേണ്ട ഇടപാടല്ല. ഇത് ജംഇയ്യത്തുൽ ഉലമായുടെ നയത്തെയും ജീവിത സമ്പ്രദായത്തെയും അതിന്റെ വ്യവസ്ഥിതിയെയും തകർത്തു കളയും. വാല് വലുതാകും, തലയേക്കാൾ വലുതാകും, വേരിനേക്കാൾ കൊമ്പ് വലുതാകും. അങ്ങനെ വലുതായി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾക്ക് തോന്നിയ രീതിയിലേക്കാകും. അവരുടെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വലിയവർ വിധേയപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് അച്ചടക്കരാഹിത്യമാണ്, ഇത് വളർത്തിക്കൂടാ എന്ന് അന്നു തന്നെ താജുൽ ഉലമാ ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ 1969 മുതൽ ഇന്നും 48-49 വർഷമായി നടത്തിവരുന്ന വണ്ടൂരിൽ നുസ്രത്തുൽ അനാം മാസികയിൽ എഴുതിയിട്ട് ഒരുപാട് ലേഖനങ്ങൾ അതിന്റെ പേരിൽ എഴുതേണ്ടി വന്നിട്ടുണ്ട്. തെറിപൂരണങ്ങൾ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഫലമുണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ SSFനെ ഔദ്യോഗികമായി ഒരു വിദ്യാർത്ഥി സംഘടനയായി അംഗീകരിച്ചിരുന്നില്ല. ദശകങ്ങളോളം അംഗീകരിച്ചിരുന്നില്ല. അവസാനം ഇപ്പൊ അത് ഒരു വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായി മാറി. അങ്ങനെ വന്നപ്പോ അതിന്റെ പെരുമാറ്റം, അതിന്റെ വളർച്ചയും അതിന്റെ ഓട്ടവും ചെറുപ്പക്കാർ കുട്ടികൾ ഓടുമ്പോഴല്ലേ ഉഷാറുണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയപ്പോഴാണ് മറുപക്ഷത്തും തന്താര കൂട്ടരാൻ കുറച്ച് കുട്ടികൾ വേണമെന്ന് മറുപക്ഷത്തും തോന്നിയത്. അവരുണ്ടാക്കി ഈ SSFന്റെ നേരെ മുമ്പിൽ ഒരു SSF തന്നെ സ്വഭാവം രീതി ഒക്കെ SSF തന്നെ. ആ SSFന്റെ ഇപ്പുറത്തൊരു പിന്നെ പറച്ചിലങ്ങനെ ആണോ SSF ആണോ? 2 SSF തന്നെയാണോ? 2 SSF തന്നെയാ. പക്ഷെ എന്ന് കൂട്ടിയതാവുന്ന SSF ആണ്. കർണാടകയിലൊക്കെ ചെന്ന് നോക്കിയാൽ വലിയ സമ്മേളനമായിരിക്കും, വലിയ സംഗതിയായിരിക്കും, വലിയ വയസ്സന്മാരുണ്ടായിരിക്കും. ആ വയസ്സന്മാര് SKSSFന്റെ കുട്ടികളാണ് ഈ വയസ്സന്മാര്. ഓർക്ക് അതേ അറിഞ്ഞൂടൂ. സമസ്തയ്ക്ക് SYS ഉള്ളത് പോലും ഓർക്ക് അറിഞ്ഞൂടാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നെ ഉലമാക്കന്മാരുന്നില്ല. അതിൽ കൂടുതൽ ആൾക്കാർ മെമ്പർഷിപ്പ് ഒന്നും കിട്ടില്ല, ഉണ്ടാവുള്ളൂ. പിന്നെ പ്രവർത്തിക്കുന്ന SYS അറിഞ്ഞൂടെ. SKSSF കുട്ടികളൊക്കെ വലിയൊരു SKSSF. ഇങ്ങനെയാണ് SKSSFും SSFും തമ്മിൽ ഫൈറ്റ്. ഇങ്ങനെ വളർന്ന് വലുതായ തലമുറ വലുതായപ്പോ 50-60 വയസ്സുമുള്ളവരായി അവരിപ്പോ മാറിയപ്പോ അവരല്ലേ ഉന്നതിയിൽ നേതൃത്വം നൽകുന്നത്. അവരിങ്ങനെ വിഭാഗീയത പഠിച്ചും സങ്കുചിതത്വത്തിലും അല്ലേ വളർത്തപ്പെട്ടിരിക്കുന്നത്. ആ സംസ്കരണം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയല്ലാതെ ചിന്തിക്കാൻ, ഒന്ന് വിശാലമായി ചിന്തിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. സ്വന്തം സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ മാത്രം ആദരിക്കാനും മറുസംഘടനയിൽപ്പെട്ടവരാരായാലും അനാദരിക്കപ്പെടാനുമല്ലേ പഠിപ്പിക്കപ്പെടുന്നത്. സ്വന്തം സംഘടനയിലെ തങ്ങന്മാരല്ലേ തങ്ങന്മാരുള്ളൂ, സ്വന്തം സംഘടനയിലെ മൂല്യന്മാരുള്ളൂ. മറുപക്ഷത്തെ തങ്ങളല്ലല്ലോ, മറുപക്ഷത്തെ മൂല്യരല്ലല്ലോ. എന്തും പറയാനോ. ഇങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച് വളർന്നവരും ഉത്തരവാദിത്വത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ മുശാവറയിലേക്കും ഭാരവാഹിത്വത്തിലേക്കും ഉയർത്തപ്പെട്ടാൽ അവരിൽ നിന്ന് ഇത്തരം തീരുമാനങ്ങളല്ലാതെ വരുമോ? അവർ ഭിന്നിപ്പിന്റെ തീരുമാനങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്. നോക്കി നടന്നിരുന്ന ആളുകൾ വഫാത്തായിപ്പോയി. പണ്ഡിത വയോവൃദ്ധന്മാരായിരുന്ന റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 950-53 ശേഷമുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട UK അബൂബക്കർ മുസ്ലിയാർ, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ അവരവരുടെ സമയത്ത് എന്തു പറയണം, എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവർക്കറിയുമായിരുന്നു. അതനുസരിച്ചാണ് അവർ വളർത്തിയിരുന്നത്. എനിക്കറിയാം
സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ 70-ാം വാർഷിക യോഗം. ഈ 70-ാം വാർഷിക യോഗം ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അതിൽ ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം പലവരും EK സമസ്തക്കാർ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ച് വായിപ്പിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ കോപ്പികൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലോ, സൂക്ഷിക്കപ്പെട്ട കാസറ്റുകളുണ്ട് അതാരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലോ ഒരാവർത്തി കൂടി വായിച്ചു കേൾക്കുക. ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞാൽ അതായത് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്കല്ല, പേരിനല്ല പ്രാധാന്യം. അതിന്റെ ആശയവും ആദർശവും അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എല്ലാ സ്ഥലത്തും സമസ്ത എന്ന് പറഞ്ഞെടുത്ത് അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞ അതാണ് അദ്ദേഹത്തിന്റെ സംഘടനാ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം. വളർന്നു വരുന്ന ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള മഹോന്നതന്മാരായ നേതാക്കന്മാർ വളരെ വലിയ കാലത്ത് പഠിച്ചു വളർന്ന നേതാക്കന്മാരാകുമ്പോൾ എവിടെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും സംഘടനകളെ എങ്ങനെ നയിക്കണമെന്നും വിദ്യാഭ്യാസ ബോർഡുകളെ എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒക്കെ അവർക്കറിയാം. അഖിൽ സ്റ്റേജിലൊക്കെ കയറിയിട്ട് 2 സംഘമായി സ്വന്തം സംഘത്തിന് വേണ്ടിയൊക്കെ പ്രസംഗിച്ചാലും ഇത് അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് കാണുന്നതൊക്കെ തടയിടാൻ അവർക്ക് സാധിച്ചിരുന്നു. അത്തരം ആളുകൾ അന്തർധാനം ചെയ്ത ശേഷമാണ് ഇപ്പൊ പല തീരുമാനങ്ങളും വരുന്നത്. കുടുസ്റ്റ് തീരുമാനങ്ങൾ തന്നെ, വളരെ മോശപ്പെട്ട തീരുമാനങ്ങൾ തന്നെ. നിങ്ങൾ ചെറിയ കൂട്ടക്കാർ പറയാം, ഞാൻ ഉദാഹരണം പറയാം. എന്നൊരു പ്രസംഗത്തിന് ശരിക്കും ചിലവർ പറയും 3 സംഘത്തൊന്നും ആൾക്കാരുണ്ട്. 23 ഒരു യോഗ ഏർപ്പാട്. ഒരു ദർശന്റെ വാർഷികമായിരുന്നു, ഇല്ലെങ്കിൽ ദർശന്റെ വാർഷിക ഏർപ്പാട് ദർശന്റെ നമുക്കവിടെ പോകേണ്ടതാണ്. എന്റെ അസുഖം ബന്ധുവില്ല രാജുലമ അവരുടെ കൂട്ടുകാരനും ശരീക്കുമായിരുന്നു എടപ്പാൾ ഉസ്താദ്, എടപ്പള്ളി ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ. ആ എടപ്പള്ളിയില്ല, എടപ്പാളല്ല, എടപ്പള്ളിയില്ല, കൊച്ചിയിൽ എടപ്പള്ളിയില്ല. അവിടുത്തെ കൂട്ടരെ ഒരുമം തന്നെ പറഞ്ഞു, ഇന്ന സംഘടന ഇന്നോലും ഇന്നലെയും നിന്നോടും ഇങ്ങോട്ടും തട്ടുപ്പിച്ചാണ് ആരും നടക്കൂല. ആ പറഞ്ഞോലൊന്നും വരില്ല. ഞാനെല്ലാവരും മണിക്ക് വരുമ്പോ ഈ പറഞ്ഞോലൊന്നും വരില്ല. ഞാൻ പറഞ്ഞു അയച്ചത് അറിയില്ല. അയച്ച ആരോ കൊണ്ടുവന്നപ്പോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. മറ്റേ സംഘത്തുനിന്ന് ആരാ വരുന്നത് അയച്ചാർക്കുണ്ടാവില്ല. അത് ഇന്നോട് പറഞ്ഞപ്പോ എനിക്ക് കേസില്ല. എനിക്കിപ്പോ 2 സംഘത്തുനിന്ന് വന്നാലും 3 സംഘത്തുനിന്ന് വന്നാലും കുഴപ്പമില്ല. ദക്ഷിണക്കാരൊപ്പം കൂടാ, ഏസിക്കാരൊപ്പം കൂടാ, ഈക്കക്കാരൊപ്പം കൂടാ, ഞങ്ങൾ കൂട്ടർ കൂടാ. ഞാൻ സംസ്ഥാനക്കാരനല്ലേ. 50 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുലമയിലേക്കാണ് ഞാൻ പ്രവർത്തന കോടതിയിൽ മുമ്പേ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞാനതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അത്തരമൊരു പ്രവർത്തകനെ എന്തുകൊണ്ട് ദക്ഷിണക്കാരുടെയോ സമസ്തയുടെയോ സമ്മേളനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല? അങ്ങനെയാണ് ഞങ്ങളുടെ മാർഗദർശികളായ ഗുരുവന്മാർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശിക്ഷണം. ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അതത് മറുസംഘടനയിൽപ്പെട്ട ഏതെങ്കിലും വലിയവരോട് ചെയ്താൽ അത് അറിഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഗുരുവന്മാർ ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ അത്തരം അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ സഹപ്രവർത്തകരും അങ്ങനെ തന്നെ ശിക്ഷണം നൽകിക്കൊണ്ടാണ് വളർത്തപ്പെടുന്നത്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്ക്, 50 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ വക്കാണങ്ങളോ ഉണ്ടാക്കിയിട്ട് ഈ വിഭാഗീയത തലത്തിലുള്ള സങ്കുച നിലവാരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഞങ്ങളുടെ ജംഇയ്യത്തുലമയിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ വിശാലമായി മാത്രം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അരുടായ്മത്തെ ശ്രദ്ധിക്കുവാൻ എല്ലാവർക്കാളും അർഹത കേരള സംസ്ഥാന ജംഇയ്യത്തുലമയ്ക്കുണ്ട്. 2 കൂട്ടരെയും 2 കൂട്ടരുമായി പറയാനെങ്കിലും മനസ്സുകൊണ്ട് സാധിക്കുക ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെയും പറയുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ശീലിച്ചത്? ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുക. മദ്രസയിലെ പാഠബുക്കുകളിൽ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം പുതിയൊരു പാഠം കടന്നു വരികയാണ്. അതിന്റെ മുൻപില്ല. അദ്ദേഹത്തിന്റെ കാലത്തുണ്ടെങ്കിൽ അത് സമ്മതിക്കുകയുമില്ല. ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർക്ക് ഫിഖ്ഹിന്റെ കിതാബുകൾ അറിയുമല്ലോ. അത് ഉത്സാഹത്തുന്നതല്ലേ. അന്യത്ത് മുഹമ്മദ് മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും ഒക്കെ മരണപ്പെട്ടു പോയ ശേഷം അതിന്റെ മുൻകൊണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. സമസ്തയുടെ പാഠബുക്കുകളിൽ ചെറിയ ബുക്കുകൾ മുതൽ വലിയ ബുക്കുകൾ വരെ സക്കാത്തിന്റെ വാതിലെത്തുമ്പോ ഒരു സക്കാത്തിന്റെ മുതൽ കൂടിയേക്കാണ്. കിതാബിലൊന്നും അതില്ല, ഒരു കിതാബിലുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അപ്പൊ ഞങ്ങൾക്കെതിരിട്ടിട്ട് ഞങ്ങൾ സക്കാത്ത് നിഷേധികളാണ്, ഞങ്ങൾ പരിശക്ക് വിരോധികളാണ്. ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അതിരിക്കട്ടെ, അതിന്റെ ബഹളം തീർന്നല്ലോ.
ഇപ്പോഴൊന്ന് ചെറിയവർക്കൊന്ന് മനസ്സിലാക്കാൻ മക്കാമഹുമാൻ സ്വർണവും വെള്ളിയും പറയുന്നിടത്ത് കൂട്ടാം. സ്വർണവും വെള്ളിയും പറയുന്നത് എത്ര മുതൽ സക്കാത്തുണ്ട് എന്ന് കിതാബിലൊക്കെ ഉണ്ട്. ഇന്ന മുതലാ സക്കാത്തുള്ളത്. ആനക്ക് സക്കാത്തില്ല, പുല്ലിന് സക്കാത്തില്ല, ചക്കത്ത് സക്കാത്തില്ല, തേങ്ങക്ക് സക്കാത്തില്ല, അടക്കത്ത് സക്കാത്തില്ല. അതൊന്നും നമ്മുടെ മതത്തിലില്ല. എന്റെ കാരണം 8 മുതലുകളിൽ മാത്രമാണ് സക്കാത്ത് നമ്മളെ എല്ലാത്തിലുണ്ട്. ശാഫിയുടെ എല്ലാത്തിലുണ്ട്. ഇത് പറയാത്ത ഒരു കിതാബുമില്ല, എല്ലാ പാഠബുക്കിലുണ്ട്. കൂട്ടത്തിൽ അള്ളഹബുകൾക്കുള്ള വെള്ളിയും പൊന്നും കിതാബിലുള്ളതൊക്കെ പറഞ്ഞ ശേഷം വമായ തോന്നുമഹുമ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുമാണ്. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നോട് പറഞ്ഞ എന്തിനാണ്? നമ്മുടെ നാട്ടിലുള്ള കറൻസികളൊക്കെ കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതെന്താ മുസ്ലിംക്ക് അറിയില്ലായിരുന്നോ? അന്യതന്നെ മുസ്ലിംക്ക് അറിയില്ലായിരുന്നോ? അവരുടെ കാലത്ത് എന്തുകൊണ്ടും ഉണ്ടായില്ല? അത് ചിന്തിക്കേണ്ട വിഷയം. അങ്ങനെ വന്നാൽ വലിയ കുഴപ്പം വരും. സ്വർണത്തിന്റെയും വെള്ളിന്റെ സ്ഥാനത്താണ് സ്വർണം വെള്ളി പോലെയാണ് കടലാസിന്റെ ഈ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്ത് വിഷമം വരും? സ്വർണം വെള്ളികളൊന്ന് കൂട്ടിക്കോ. സ്വർണവും വെള്ളിയും തമ്മിൽ മാറ്റുമ്പോൾ പഴയ പൊന്നും പുതിയ പൊന്നും ആണെങ്കിൽ പോലും പഴയ പൊന്ന് പുതിയ പൊന്നിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല. തൂക്കം കൃത്യമായിരിക്കണം. കൈമാറ്റം നടക്കുകയാണെങ്കിൽ കൃത്യമായിരിക്കണം. ഇത് പൊന്നിന്റെയും വെള്ളിന്റെയും ദിശ. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കടലാസ് നോട്ടുകൾ എന്ന് വന്നാല് 500 രൂപയ്ക്ക് 500 നോട്ട് ചില്ലറ കൊടുക്കാൻ പറ്റൂല. തൂക്കി നോക്കി മാറ്റണ്ടാവില്ലേ? 500 നോട്ട് ഒരു 500 നോട്ടും തൂക്കി നോക്കിയാല് 500 നോട്ടിന് കനം കൂടില്ലേ? ഈ 500-ന് 10 നോട്ടം കൊടുക്കാം. അങ്ങനെ കൊടുത്താലോ? കേട്ടോ ഇല്ല. ഒരു 500 10 എത്ര നോട്ടാണോ? 50. ഒരു 50 10 നോട്ട് നമുക്ക് 500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 50 10 നോട്ട് തട്ടിലിട്ട് നോക്കിയിട്ട് തൂക്കി നോക്കിയാല് 500 നോട്ട് പോയാൽ ഏറുണ്ടാവൂലേ? സ്വർണ്ണം കിലോ തൂക്കി നോക്കിയാൽ അങ്ങോട്ട് നോക്കി ഏറ്റെങ്കിൽ പലിശയാവും. ഇത് രിബാകും. നമ്മുടെ രാജ്യത്തുള്ളതല്ല അപ്പുറത്തെ നാട്ടിലെ കറൻസി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ കിട്ടുന്നോണ്ടല്ലേ ഇവിടുത്തെ എല്ലാ ആളുകളും പോണത്. ഗൾഫിൽ പോണത്, ഗൾഫിന്റെ നോട്ടിന് ഇവിടെ ഏറെ കിട്ടുന്നുണ്ട്. ആ ഗൾഫിന് നോട്ടിന് ഏറെ കിട്ടുമ്പോ ഔസും നോട്ടാ പെടുത്തും നോട്ടാ 2 ഒമാവസവും ഒന്നപ്പാകുന്നുണ്ട്. അപ്പൊ ഒമാവസോ പൊന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ സാധനം ഇവിടുത്തെ സാധനം തമ്മിൽ ഇവിടുത്തെ നോട്ടിന്റെ മൂല്യത്തിന് വാങ്ങാൻ പറ്റൂല. ഇതൊരു വലിയ അപരാധമാണ്. ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഇതുണ്ടാക്കി തീർക്കും. ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങളും മസാലകൾ ഒറ്റക്ക് പറയാൻ എളുപ്പ. ഒറ്റക്ക് പണമുള്ളോ സക്കാത്ത് കൊടുക്കണ്ടേ, പണമുള്ളോ സക്കാത്ത് കൊടുക്കണ്ടേ എന്ന് പറയുന്നു. പണമുള്ളോ കൊടുക്കേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. പണം ചെലവഴിക്കേണ്ട ഒരുപാട് മുസ്ലിംകളുണ്ട്. അതൊക്കെ ശരിയാ. ബാധ്യതയില്ലാത്ത ആളൊന്നും അല്ല പണക്കാരന്. ഒരുപടി ബാധ്യതകളുണ്ട്. നിങ്ങൾ പറഞ്ഞ ബാധ്യത ഒന്നും പോരാ. ഏത് ആ കുറഞ്ഞുണ്ടല്ലോ 10-1 4-1 40-1 എന്നതൊന്നും കൊടുത്താൽ പോരാ. അതിന്റെ ഒക്കെ അപ്പുറം മുന്നിൽ ഒരുപാട് കൊടുക്കേണ്ട ഒരു ബാധ്യത. ആ ബാധ്യതയിലെ വിഷയം ഒമായക്കും മക്കാമുഹമ്മ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ. ഇത് മദ്രസയിലെ പാഠബുക്കിൽ വരുമ്പോൾ ഞങ്ങളുടെ അഭിനന്ദനായ മഹത്വവ്യക്തികളായ നേതാക്കൾ എന്താ പറഞ്ഞതെന്നറിയോ? മദ്രസയിലെ പാഠബുക്കിൽ പഠിപ്പിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ മദ്രസാധ്യാപകന്മാർ കുഴങ്ങാണ്. കാരണം വ്യക്തമായും ഇല്ലാത്തതായ ഒരു മസല ഈ കിതാബിലുള്ളത് പഠിപ്പിക്കേണ്ടി വരുന്നു. മദ്രസാധ്യാപകൻ ഇസ്ലാമിലില്ലാത്ത ഒരു മസല, ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു മസല. ഈ മസല ഇപ്പം തന്നെ ആലോചിച്ചു നോക്കി. 1500 നോട്ട് നമ്മളെ നരേന്ദ്രമോദി ഒരു അർദ്ധരാത്രി കഴിഞ്ഞിട്ട് നിരോധിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോഴാ ഈ ഒമായക്കൂമാക്കാണെന്ന് പോയില്ലേ? പൊന്നും വെള്ളിന്റെ സ്ഥാനത്ത് ഇപ്പൊ ആരെങ്കിലും 1500 നോട്ട് കൂട്ടോ? 1500 നോട്ട് ഇപ്പൊ വലിയവരൊക്കെ എന്താ കുഞ്ഞു നിൽക്കണ്ടേ? ഒമായക്കൂമാക്കാമത്ത് പ്രസിദ്ധമായത് എങ്ങനെ പൊന്നിന്റെ വെള്ളിന്റെ സ്ഥാനത്ത് നടക്കും? സർക്കാരിന്റെ ഒരേ ഒരു പ്രഖ്യാപനത്തിന്മേൽ മാത്രം അതിന്റെ ബലത്തിൽ പണമായി നിൽക്കുന്നതും പണമായി നടക്കുന്നതുമാണ് ഇത് കൽപ്പനക്കണമെന്നാണ് ഇതിന് പേര് പറയുക എന്ന് ഒരുപാട് നമ്മൾ എഴുതി, ഒരുപാട് പ്രസംഗിച്ചു, അതിനൊരുപാട് പണി കേട്ടു. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നവരാണെന്ന് ആരോപണം പറയുന്ന സക്കാത്ത് നിഷേധികൾ വരെ ആക്കപ്പെട്ടു, പലിശകാലാതുകൾ വരെ ആക്കപ്പെട്ടു. പക്ഷേ ഇത് പാഠപുസ്തകത്തിൽ വരുമ്പോ അത്തരം മദ്രസകളിൽ ഞങ്ങളുടെ സംസ്ഥാനക്കാരും മാലിന്യങ്ങൾ പഠിപ്പിക്കലില്ലേ? ഉണ്ട്. ഞങ്ങളുടെ മാലിന്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ മാലിന്യങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ നിർദ്ദേശം കൊടുത്ത എന്താണ്? പാഠപുസ്തകം ഒരു തിരുത്തും വരുത്തുക, അതിലൊരു കൈകാര്യം ചെയ്യും. ചില മാലിന്യങ്ങളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുകയാണ്. ഒമായക്കും മക്കാമുഹമ്മദ് കൈലാസ് ഒട്ടിച്ചുങ്ങാണ്ട് അതോടെ ഒട്ടിച്ചിട്ടല്ലാതെ ആക്കി പഠിപ്പിച്ചുള്ള കുട്ടികൾക്ക് കാണുന്നതാണ്. കണ്ടാലും ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഇത് വേണ്ടി? അപ്പൊ നമ്മുടെ പണ്ഡിതന്മാരും മഹാരഥന്മാരും പറഞ്ഞത് ഒരു കൂട്ടരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠബുക്കുകൾ ഏറ്റെടുത്ത ജനങ്ങളുടെ മദ്രസയിൽ പോയിട്ട്
അക്കുട്ടികൾക്ക് ആ പുസ്തകം പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ശമ്പളം വാങ്ങി ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ള അധ്യാപകൻ ആ പുസ്തകങ്ങളിൽ കയ്യേറ്റം നടത്തുന്നത് തെറ്റാണ്. അങ്ങനെ കയ്യേറ്റം നടത്തുന്നത് പഠിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ തിരിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ. അതല്ലാതെ പുസ്തകത്തിൽ ഒന്നും മാറ്റരുത് എന്നാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും ഞങ്ങളുടെ മാലിന്യങ്ങൾക്കും നിർദ്ദേശം നൽകി. ഇതാണ് സംസ്ഥാന ജനീയത്തിലുള്ള. അങ്ങനെ ഏത് മദ്രസയിൽ പഠിപ്പിക്കുമ്പോഴും അതത് മദ്രസയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ വ്യവസ്ഥക്കും ആ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ബോർഡിന്റേതായ മദ്രസകളുടെ പാഠബുക്കിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ പഠിപ്പിക്കണം. അത് വളരെ വാശിയോടുകൂടെ പ്രവർത്തകന്മാരെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു സംഘമാണ് ഞങ്ങളുടെ സംഘം. പക്ഷേ ഞങ്ങളുടെ സംഘത്തിലുള്ളവർക്കും മദ്രസയിൽ പഠിപ്പിക്കാൻ ഇപ്പോൾ യോഗ്യതല്ല. മദ്രസ പഠിപ്പിച്ചതിനുള്ള MSR കിട്ടൂല. ഇനി ഇരുവേറ്റിക്കാരറിയില്ല, ഇരുവേറ്റിക്കാരറിയില്ല. പക്ഷെ ഏറ്റിക്കാർക്ക് അതിൽ ഏറ്റിക്കാരെന്നുണ്ടായ കുഴപ്പം നാട്ടിലെ കൊല്ലപ്പ് വലുതാക്കും. മദ്രസയുടെ വിദ്യ എങ്ങനെങ്കിലും വാങ്ങി വലുതാക്കും. അപ്പൊ ഓരോ പറ്റിയിലാണ് ഈ പറയുന്നതൊക്കെ എന്നാണ്. ഓരോ മാത്രമല്ല കൂട്ടിനെ പറ്റാത്തത്. അങ്ങനെയല്ല ഇപ്പോഴത്തെ തീരുമാനം. പണ്ടങ്ങനെ ഈറ്റേറ്റി തന്നെ പ്രശ്നം മാത്രമാക്കിയിട്ടാകും ഇങ്ങനെയല്ല ഇപ്പൊ പോകുന്നത്. ഇപ്പൊ ഈറ്റ സമസ്തയുടേതല്ലാത്ത ഈറ്റ സമസ്ഥാനെന്ന് പറയാൻ പറ്റില്ല. അനം തന്നെ പറയുന്ന സമസ്ഥാനം ഒറ്റക്ക് പറയില്ല. ഒറ്റക്ക് പറയും ഞാനൊരു വ്യക്തമായ രേഖ വെക്കും. ഇതൊരു സ്ഥലത്ത് MSR കിട്ടണമെങ്കിൽ SKSSനെ സമർപ്പിക്കേണ്ട SKSSനെ പരീക്ഷയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഞാനത് ഉദ്ധരിക്കുന്നില്ല, എന്റെ കയ്യിലുണ്ട്, താങ്കൾക്ക് കാണുകയൊക്കെ ചെയ്യാം. ഇന്ന സ്ഥലത്ത് SKSS സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലേക്ക് ബോധിപ്പിക്കുന്നു. അധ്യാപകന്റെ പേരും ഇനീഷ്യലും വീട്ടുപേര് മൊബൈൽ നമ്പർ MSR നമ്പർ ഇത് വെച്ചിട്ട് പുതിയ MSR വേണം. നമ്മുടെ ബോർഡിന്റെ മാതിരി സമസ്ത കേരള ജമിയത്തുലമയും മതവിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവർ ഇതുവരെ കൊടുത്ത MSR ഒക്കെ ദുർബലപ്പെടുത്തിയിട്ടുള്ള ബാങ്ക് കൊണ്ടേ കൊടുത്താൽ വിശ്വസിക്കില്ല, ഓഫീസ് കൊണ്ടേ കൊടുത്താൽ പുതിയത് കൊടുക്കില്ല. ഇനി പുതിയത് സ്ഥാപിച്ചുണ്ടാക്കിയിട്ട് എന്നെ വേണം. മോദിയുടെ രീതി പോലുമില്ല, നരേന്ദ്രമോദിയുടെ ബാധ്യതകളെ പോലും എന്നും നഗരത്തിലാക്കാത്ത നിലവിൽ നൽകപ്പെട്ടിരിക്കുന്ന MSRകളൊന്നും ഫലിപ്പിടിക്കില്ല. പുതിയ MSR എന്ന് കിട്ടണം. കാരണം നിലവിലെ MSR വാങ്ങിക്കുന്നതിൽ കുതന്ത്രത്തിലും സൂത്രത്തിലും ഒരുപാട് കൂട്ടാറുണ്ട്. ഓനെ പുറത്താക്കാത്തവരെ നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങളൊന്നും പറഞ്ഞാൽ ഒക്കെ പുറത്താക്കാന്ന് ഒരു വിചാരിക്കുന്നത്. ഈ കേരളയിൽ ഈ ലോകത്തായി വിചാരിക്കുന്നു നിയമങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നിയമങ്ങൾക്ക് മുൻപേ കണ്ടുവെക്കുന്ന സൂത്രക്കാരുള്ള കേരള ജനതയുടെ ഇടയിൽ ഏൽപ്പിക്കാതെ മദ്രസയിൽ നിന്ന് തീർത്തുമില്ലാതാക്കാൻ ഇനി ഒരു പുതിയ MSR കൊണ്ടൊന്നുകൊണ്ട് കഴിയുമോ? ഇതുവരെ MSR കഴിച്ചിട്ട് ഒരു കുഞ്ഞും വാങ്ങാൻ കഴിയില്ലേ? കഴിയുമോ? പറ്റുമോ എന്ന സൂത്രങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ അവരെ പോക്കാൻ വേണ്ടി അവരോടാണ് ഈ കഴിയൊക്കെ എന്നാണ് പ്രചരിപ്പിക്കുക. അങ്ങനെയല്ല കൂട്ടര്. ഒരു ശല്യവും ചെയ്യാതെ 50 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിലെ നേതാക്കൾ വ്യക്തിപരമായിട്ട് തെറി പറയാനോ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ ഇന്നുവരെ സ്റ്റേജ് ചെലവഴിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ പരാമർശത്തിൽ പേര് പറയേണ്ടി വന്നാൽ ആ പേര് പറയുന്നതല്ലാതെ ഒരു വ്യക്തിന്റെ കുറ്റമോ കുറവോ ന്യൂനതകളോ ഏതെങ്കിലും നേരത്തെ സ്റ്റേജോ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ വേദിയിൽ നിങ്ങൾ കുറേയായിരുന്നു കേൾക്കുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ വ്യക്തി മുസ്ലിമാണെങ്കിൽ അയാൾക്ക് നൽകേണ്ട ബഹുമാനം എന്താണ്, ബഹുമതി എന്താണ്, അയാളോട് വേണ്ട കടപ്പാട് എന്താണ് എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കിതാബുകളിൽ ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പണ്ഡിതന്മാർക്കൊക്കെ അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർക്ക് നടത്തുന്ന പ്രസംഗങ്ങൾ. അതുകൊണ്ട് ഓർമ്മയുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാരോ ഞങ്ങളുടെ പ്രവർത്തകന്മാരോ ആ രീതിയിൽ പ്രവർത്തിക്കാറില്ല. അങ്ങനത്തെ കൂട്ടരും കൂടി വെച്ച് നോക്കി ആളെ പേര് എഴുതിയ എഴുതണ്ടെന്നായോ എന്ന ഞാൻ ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി മുഖ്യാർ പ്രസിഡന്റും ചെറുശ്ശേരി ജൈനുദ്ദീൻ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ ഏറ്റി സമസ്തയിലോ സംസ്ഥാനങ്ങളോ എന്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ നോക്കി വ്യാജ ഏറ്റി സമസ്തയിലോ സംസ്ഥാനങ്ങളോ എന്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും
യഥാർത്ഥ സമസ്തക്കും തീക്ഷണങ്ങൾക്കും മനസ്സാ വാച കർമ്മണ എന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എന്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എന്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ്. ഈ അധ്യാപകൻ SKSSന്റെ മുമ്പിൽ ചെയ്യേണ്ട പ്രതിജ്ഞത് യൂണിറ്റ് SKSSന്റെ മുമ്പിൽ സമസ്തയുടെ അംഗീകാരമുള്ള ഒരു മദർസയിലെ അധ്യാപകൻ ചെയ്തിരിക്കേണ്ട പ്രതിജ്ഞയാണിത്. ഇത് യൂണിറ്റിന്റേതാണ്. സമാനമായി സകല യൂണിറ്റിലെ SKSS നൽകുന്ന പ്രതിജ്ഞയിൽ ഇത് തന്നെയാണ് വാചകം. സംസ്ഥാനയിലോ സമസ്തയിലോ പ്രവർത്തിക്കാൻ പാടില്ല. സമസ്തയിൽ നേതാണ് ആഴക്കര ശ്രീ കോഴക്കുട്ടി മുസ്ലിം പ്രസിഡന്റും ചെറുശ്ശേരി ജയന്തി മുസ്ലിം ജനറൽ സെക്രട്ടറിയുമായ സംസ്ഥ. അതുപോലെ ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ വാറാളെ തരേണ്ടേ, കഴിഞ്ഞിട്ട് ഓരോ തീർക്കണ്ടേ, തന്നെ നമ്മൾ ഓർമ്മ കൊടുത്ത് ബഹുമാനപ്പെട്ട കന്യാകുമാരി മുസ്ലിം പ്രസിഡന്റും ഈക്കാവൂക്കർ മുസ്ലിം സെക്രട്ടറിയുമായ സംസ്ഥാന പള്ളിയായ പള്ളിയൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എഴുതേണ്ട ചെയ്തേതാ അതൊക്കെ പോയി. ഇതൊക്കെ വ്യക്തികളല്ലേ, ഈ വ്യക്തികൾക്ക് മരണപ്പെട്ടു പോകുന്നത്. ഈ ഓർമ്മ പോലും ഇല്ലാതാകുന്നത് എന്താണ്? സമസ്ത എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ സമസ്തയ്ക്ക് നിലനിൽപ്പില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമായെന്ന വിലാസത്തിൽ ഈക്ക സമസ്തയ്ക്ക് നിലനിൽപ്പില്ല, AP സമസ്തക്കും നിലനിൽപ്പില്ല. രണ്ടു സമസ്തക്കും ഇന്നാള് പ്രസിഡന്റും ഇന്നാള് സെക്രട്ടറിയും യഥാകാലം ആരാണോ അവരുടെ സമസ്ത എന്ന് പറഞ്ഞെങ്കിൽ ഇവർക്ക് സമസ്ത എന്ന പേര് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ പറ്റൂ. അതില്ലെങ്കിൽ മറ്റേ സമസ്തക്കാരൻ ഞങ്ങളാ സംസ്ഥാനം കടന്നു വരും. അപ്പൊ വ്യതിരിക്തത നിലനിർത്തണമെങ്കിൽ ഇനീശ്വരും പ്രസിഡന്റും കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു ദുർഗതയെ എത്തിയിരിക്കുന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുലമ ആ സമസ്തക്കാരനാണെന്നും സംസ്ഥാനയിലോ AP സമസ്തയിലോ വലതൊരു ബ്യാജൊട്ടേക്ക് എന്തോ ആവട്ടെ അതിലോ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുക്കണം. ഇതിൽ സംസ്ഥാനം എങ്ങനെ വന്നു? ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ആ മദ്രസ പിടിച്ചടക്കാൻ വേണ്ടി സംസ്ഥാനക്കാർ ശ്രമിച്ചത് കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റിന്റെ മദ്രസയിൽ സംസ്ഥാനക്കാർ പഠിപ്പിക്കുന്നുണ്ട്, ഈക്കക്കാരൻ മദ്രസയിൽ സംസ്ഥാനക്കാർ പഠിപ്പിക്കുന്നുണ്ട്, സംസ്ഥാനക്കാരൻ മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ സംസ്ഥാനക്കാർക്കും മദ്രസല്ല, ഏറ്റുകാർക്കും മദ്രസല്ല, ഈക്കക്കാർക്കും മദ്രസല്ല, നാട്ടുകാരുടെ മദ്രസ. നാട്ടുകാരുടെ മദ്രസ നമുക്ക് ഈക്കക്കോ സംസ്ഥാനക്കോ അല്ലെങ്കിൽ സമസ്തക്കോ പറയാൻ പഠിച്ചിട്ടുള്ളൂ. നമ്മളത് ശീലിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ പോയാല് തറവാട് സ്വത്താക്കി നാട്ടുകാരുടെ പള്ളിയും നാട്ടുകാരുടെ മഹല്ലും മൊത്തം മാറ്റപ്പെടും. കാരണം നമ്മളെ മസ്തിഷ്കപ്രക്ഷാളനം ചെയ്ത് അങ്ങനെ പറയിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഒരു നാട്ടിൽ പ്രശ്നം വരുമ്പോൾ അപ്പൊ ചോദിച്ചാൽ ഇത് ആരെ പള്ളിയാ, ഇത് ഏത് പള്ളിയാ, ഏത് പള്ളി, ആരെ പള്ളി, നാട്ടുകാരുണ്ടാക്കിയ പള്ളി. നാട്ടിൽ വഖഫ് ചെയ്യുന്ന ആള് തന്നെ ഇന്ന സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ പേര് ആ ഭരണഘടനയിലോ വഖഫിന്റെ രേഖയിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് അത് എഴുതുന്നത്? എന്തിനാണ് സഹോദരങ്ങൾ എഴുതുന്നത്? മക്കാണ് കൂടാനാ? രണ്ടു കൂട്ടർ സംഘടനാ പ്രവർത്തനം നടത്താനാ? ഏതെങ്കിലും സംഘടനാ പ്രവർത്തനപ്പെട്ട ആളെ പല ഇമാമാക്കാൻ പറ്റൂല, മോദിനാക്കാൻ പറ്റൂല, അടിച്ചുവരാൻ പറ്റൂലാക്കാനാ? അല്ല. അതിനല്ല അങ്ങനെ എഴുതുന്നത്. പണ്ടുകാലം മുതൽ സംഘടനാ സംവിധാനം വന്ന ശേഷം പണ്ടുകാലം മുതലേ ഇതുണ്ട്. എന്തേ കാരണം? കോഴിക്കോട്ടെ മുഹിയുദ്ദീൻ പള്ളി, കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി, കോഴിക്കോട്ടെ ഖലീഫ പള്ളി. മുഹിയുദ്ദീൻ പള്ളിയിൽ കേൾക്കുമ്പോൾ തന്നെ പറ്റൂലെ കുത്തുബുല്ലത്താബ് ഷെയ്ഖ് തങ്ങളവരുടെ പേരിലുള്ള സ്മരണാർത്ഥമുള്ള പള്ളിയാണ്, അത് വഹാബികളുടോ? കോഴിക്കോട്ടെ ഷാദുലി പള്ളി, ഷെയ്ഖ് ഷാദുലി ശരീരത്തിൽപ്പെട്ട ഒരാളവിടെ കടത്തിലുണ്ട്, അവരുടെ പേരിലുള്ള പള്ളിയാണ് ഷെയ്ഖ് ഷാദുലി പള്ളി. ഈ പള്ളിയൊക്കെ ചുരുവിൽ രജിസ്റ്റർ ചെയ്തിട്ട് മുജാഹിദുകൾ സ്വന്തമാക്കുന്ന ചുറ്റുപാട് വന്നപ്പോഴാണ് ഈ സമൂഹത്തിനിടയിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോകണമെന്ന് ഒരു നില വന്നത്. ഇതനുസരിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നിലകൊള്ളുന്നതിന് വേണ്ടി ഇന്ന ആചാരങ്ങൾ പള്ളിയിൽ നിരന്തരം നടന്നു വരുന്നത് അതുപോലെ നിലനിർത്തണമെന്ന് എഴുതുന്നതോടൊപ്പം ഇവരെ ഏതെങ്കിലും നടത്തിപ്പിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ തീരുമാനം അന്തിമമായിരിക്കും, അല്ലെങ്കിൽ സമസ്തക്ക് വിടണം തീരുമാനത്തിന് എഴുതിക്കും. ഇത് ഈ ആശയപരമായ ആചാരപരമായ ഭിന്നിപ്പിലാണ്. അതാണോ നമ്മുടെ പള്ളികളിൽ നടക്കുന്നത്? നമ്മുടെ പള്ളികളിൽ കാമപ്പാമ്പിലെ പള്ളി പൂട്ടിയിട്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമക്കാർ രണ്ടു കൂട്ടർക്കും ഒരേപോലെ പറ്റുന്ന ജുമാഅത്തും ജമാഅത്തുമല്ലേ? പള്ളിക്കൽമനാറിലെ പള്ളി പൂട്ടിയിടപ്പെട്ടിരിക്കുന്നത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ അംഗീകാരമുള്ള ആശയാദർശങ്ങൾക്കനുസരിച്ചല്ലേ?
മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്. സുന്നികളിൽ തന്നെയും ഷാഫിഈ മദ്ഹബുകാരാണ്, അശ്അരി ത്വരീഖത്തുകാരാണ്. എനിക്കല്ലേ സുന്നികൾ രണ്ട് വിശ്വാസപരമായ സരണിക്കാരാണ്, അശ്അരി മാതുരിദി. ഇവിടുത്തെ രണ്ട് സമസ്തക്കാരും സംസ്ഥാനക്കാരും ദക്ഷിണക്കാരും അശ്അരി ത്വരീഖത്തുകാരാണ്, മാതുരിദി ത്വരീഖത്ത് പോലുമല്ല. 4 മദ്ഹബാണ് കർമ്മശാസ്ത്ര വിഷയത്തിൽ സുന്നികൾക്കുള്ളത്. 4 സുന്നിയാണ്. അതിൽ മിക്കവാറും ഇവിടുത്തെ 3-4 സംഘടനക്കാരും അധികവും ഷാഫിഈ മദ്ഹബുകാരാണ്. തെക്കൻ കേരളത്തിൽ എത്തിയാൽ കുറെ ഷാഫിഈ മദ്ഹബുകാരല്ലാത്ത മദ്ഹബുകാർ ഹനഫി മദ്ഹബുകാരും കാണും കുറച്ച്. വേറെ എവിടെയില്ല, ഒക്കെ ഷാഫിഈ മദ്ഹബുകാരാണ്. മദ്ഹബും ഒന്ന്, ആശയം ഒന്ന്, ആദർശം ഒന്ന്, ഉന്നതമാനം ഒന്ന്, എല്ലാം ഒന്നായി ഈ കൂടുതൽ സംഘടനയുടെ പേരിൽ മാത്രമാണ് മാറ്റമുള്ളത്. സംഘടനയുടെ പേരിൽ സമസ്ത രണ്ടും സമസ്താണെന്ന പേരിലല്ലേ പ്രവർത്തിക്കുന്നത്. പേര് ഞങ്ങളുടേതാണോ വ്യാജം യാഥാർത്ഥ്യം എന്ന ഒരു വക്കാണം കൂടിയോ കേസിലോ ആണ് ഈ വിധി വന്നിരിക്കാൻ. ശരി, നമ്മൾ ആ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല. ആ നിലക്ക് സമസ്തയുടെ പേരിലുള്ളതായ ഈ മദ്രസകളിലോ പള്ളികളിലോ എന്ന് പറഞ്ഞാലും പള്ളിയുടെ ആചാരത്തിൽ വിഷമം വന്നാൽ തീർപ്പ് കൊടുക്കുന്നത് ഒരിക്കലല്ലാതെ പള്ളിയിൽ നിർത്തേണ്ട മുഅല്ലിമോ, പള്ളിയിൽ നിർത്തേണ്ട ഫാലിയറോ, പള്ളിയിൽ നിർത്തേണ്ട ഖതീബോ, പള്ളിയിൽ നിർത്തേണ്ട മുഅല്ലിമോ നിർത്തേണ്ടത് ഇന്ന ആളാകണം എന്നതിന് അർത്ഥമില്ല. അങ്ങനെ ആരും കരുതൂല്ല. പക്ഷെ എന്തുണ്ടാവും, ഈ സമസ്തയുടെ രീതിയിൽ നടക്കേണ്ടതായ പള്ളിയെന്നും അവർ അന്തിമ തീരുമാനമുള്ളൂ എന്ന് പറഞ്ഞിടത്ത് ഏപ്പിക്കാരെ കയ്യിൽ കിട്ടിയാൽ ഓലങ്ങോട്ട് കുറിച്ചെടുക്കോളും എന്നുള്ള പേടിയാണ്. അപ്പൊ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്, ശരിയാണ്. ഒരു കാലത്ത് അങ്ങനെ വന്നിരുന്നു. 1989 ഞങ്ങളുടെ തന്നെ SYFന്റെ നേതൃത്വത്തിൽ ഒരു പീസ് ക്യാമ്പയിൻ നടത്തുമ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ കേരളത്തിൽ അങ്ങും ഞങ്ങൾ കഴിയാവുന്നതിലൊക്കെ പരിപാടി നടത്തിയപ്പോൾ അന്ന് 89 പള്ളിയും മദർസയും പൂട്ടുന്ന ഒരു പരുവത്തിൽ എത്തിയിരുന്നത് എങ്ങനെയാണ്? നിലവിലുള്ളതായ പള്ളികളും മദർസകളും ഏറ്റുകാർ പിടിച്ചടക്കാൻ വരുന്നു എന്ന രീതിയിലാണ് അന്ന് ശ്രമമുണ്ടായത്. ഏത് സമസ്തക്കാർ പിടിച്ചടക്കാൻ നിലവിലുള്ള മഹല്ലുകളും നിലവിലുള്ള പള്ളികളും അല്ലെങ്കിൽ വിളിച്ച് 2 കൂട്ടരി കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ലെവലിൽ അപ്പോ അശാന്തി നാട്ടിലുണ്ടായി. മദ്രസകൾ പൂട്ടപ്പെട്ടു, പള്ളികൾ പൂട്ടപ്പെട്ടു. മദ്രസയിലേക്ക് കുട്ടികൾ ചെല്ലുമ്പോൾ പോലീസുകാർ ക്ലോക്കും ചൂണ്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പുത്തൻ മദ്രസയുടെ 2 ഭാഗത്തും അണിനിരന്ന ഭീതിജനകമായി കാഴ്ച കണ്ടുകൊണ്ട് ചെറിയ ചെറിയ പിഞ്ചു ബന്ധങ്ങൾ മദ്രസയിലേക്ക് നെഞ്ചടച്ച് പേടിച്ചു വരച്ചുകൊണ്ട് കാലച്ചിലൂടെയും ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം വന്നു. ഇവർക്ക് ഓണശ്ശേരിയിലും മറ്റും ഭാഗങ്ങളിലുമൊക്കെ പരസ്യമായി വന്നതും പത്രങ്ങളിൽ ഓർമ്മസിച്ചിട്ടില്ലാത്ത 10-30 കൊല്ലം മുമ്പുള്ള ഓർമ്മയുള്ളവർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതുമാണ്. അന്ന് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുമ്പോ അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? അശാന്തി സൃഷ്ടിക്കരുത്, കുഴപ്പം സൃഷ്ടിക്കരുത്. നടന്നു വരുന്ന മഹല്ലുകൾ എങ്ങനെ നടന്നു വരുന്നുവോ അങ്ങനെ നടക്കട്ടെ. അവിടെ പിടിച്ചെടുക്കാനോ മറ്റോ തോന്നരുത്. വേണ്ട മദ്രസ വേറിട്ട് പോകണമെന്നുള്ളവർക്ക് വേറിട്ട് പോകാം. ഉള്ള മദ്രസ തന്നെ ഒന്നിച്ചൊഴിഞ്ഞിട്ട് ഒരു കൂട്ടർക്ക് കൊടുക്കണമെന്നുള്ളവർക്ക് ഒന്നിച്ചു കൊടുക്കാം. ഇന്നത് പിടിച്ചു വലിച്ചിട്ട് അങ്ങോട്ട് നിങ്ങൾക്കും കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്തുണ നൽകിയവരും അതിന് പിന്തുണത്തോലുമായി ഈ സമസ്തക്കാർ അന്ന് മറ്റേ സമസ്തക്കാർക്ക് ഞങ്ങളോട് ദേഷ്യമായിരുന്നു. ആ ദേഷ്യങ്ങളൊന്നും തീരുന്നേയില്ല. ഓരോരുള്ള വിരോധമാണ് നാട്ടിലവർ പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നത്. ഓരോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന്റെ പ്രചാരകരായിരുന്നു അന്ന്. പീസ് സമാധാനമല്ലേ ഈ പീസ് പറയാനും പോലെയാണ്. പീസ് എന്ന സ്കൂള് കുറിച്ചാണോ തീവ്രവാദ വിദ്യാഭ്യാസം ഞാൻ അറിയിക്കില്ല. പീസ് ക്യാമ്പയിൻ എന്ന സമാധാന പ്രചാരണം ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. ആ സമാധാന പ്രചാരണം നടത്തുമ്പോ മറുപക്ഷത്തെ പറയാൻ അന്ന് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളുടെ പ്രസംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾപ്പിച്ചുകൊണ്ട് ഇവരാണ് വിതരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഏപ്പിക്കാരെ മൂലക്കാരാക്കാൻ വേണ്ടിയിട്ടോ മദ്രസ വിഭജിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇവർ പരിശ്രമിച്ചതിന്റെ ഫലമാണ് വാസ്തവത്തിൽ മഹല്ലുകളായി മുഖ്യധാരയിൽ വരുന്ന മഹല്ലുകൾ ഈക്ക സമസ്തക്കാരുടെ രീതിയിൽ തന്നെ തുടർന്നു പോകാൻ കാരണം. അങ്ങനെ പറയാൻ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് കഴിയില്ല, തീർത്തുകയില്ല. അന്ന് ഞങ്ങൾ 2 പക്ഷത്തിന്റെ ഇടയിലും സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടതാണ് നോക്കിയത്. കാരണം സമാധാനഭംഗം ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം പേരും നേർച്ചക്കാരായിരുന്ന മഹല്ലുകളിൽ പോലും അന്ന് നിലവിലുള്ള അവസ്ഥ മാറ്റാൻ നാട്ടുകാർ ശ്രമിച്ചില്ല. കാരണം കുഴപ്പം പേടിച്ചിട്ട് കുറഞ്ഞ ആളുകൾ പോലും കുഴപ്പത്തിൽ വന്നാൽ ആ നാട് കണ്ണക്കാകുന്നു കരുതിയിട്ട് അങ്ങനെ തന്നെ നിർത്തിപ്പോകുന്ന മദ്രസകളുണ്ട് കേരളത്തിൽ. ഞാൻ ഉദാഹരണം 7 മണ്ഡലത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ നാടുകളിലുണ്ട്.
ഭൂരിപക്ഷം ആളുണ്ടായിട്ടും മഹല്ലിന്റെ ഭരണവും ഖതീബുമാരും ഒക്കെ ഏറ്റിക്കാരായിട്ടും മദ്രസക്കാരുടെ തന്നെയായ സ്ഥലങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്തെങ്കിലും കുഴപ്പം? നാട്ടുകാർ കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ പോകുന്ന പോലെ അങ്ങനെ നടന്നു പോകട്ടെ എന്ന് തെക്കൻ കേരളക്കാർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കിട്ടിയതാണ് ഈ മദ്രസകളൊക്കെ. അപ്പോഴാണ് 9,000 നല്ല മദ്രസന്റെ എണ്ണൊക്കെ പറയാനുണ്ടായത്. ഇല്ലായ്മയെ കുറച്ചൊക്കെ കൊണ്ടുപോകാൻ മറ്റേക്കും കഴിയുന്നു, തിരുത്തുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെയല്ല പ്രശ്നം. ഇപ്പൊ ഏറ്റുകാർ ഒറ്റയ്ക്ക് സ്ഥാപിക്കും. മദ്രസകളോട്ട് കിട്ടുന്നോടത്ത് അനിവാര്യമായ നമുക്ക് തോന്നുന്നോടത്ത് കുറഞ്ഞ കുട്ടികളെ വെച്ചിട്ടെങ്കിലും ഓല വെച്ചിട്ടെങ്കിലും ഒക്കെ കെട്ടിണ്ടാക്കി പാക്കി ഗൾഫിൽ മറ്റോടത്തൊക്കെ പോയി പിരിച്ചുണ്ടെന്ന് വലിയ കെട്ടിടാക്കി വരും. കുട്ടികളത്തിന് അത് കിട്ടണം കൊടുത്തായിട്ട് ഓരോ കെട്ടിടുണ്ട്. പള്ളികളാണെങ്കിൽ ഒഴുക്ക് പോയി ആദ്യമായ പള്ളികൾ കൊണ്ടുവന്നിട്ട് 4 മുഴുക്ക് ഒഴുക്ക് പള്ളി ഉണ്ടാക്കി. അങ്ങനെ പള്ളിയിൽ ഒരു മഹലിൽ വിഭജിക്കപ്പെടേണ്ടാത്തിടത്ത് ചുമതല വിഭജിച്ചു. അതിനൊക്കെ മക്കളുണ്ടായി. ഒരു കാരണവുമില്ലാത്ത തരത്തിൽ തന്നെ ചുമതലുണ്ടാക്കാൻ മൂല്യമാരുടെ മക്കളുണ്ടാകാൻ തുടങ്ങാൻ അതിനൊന്നും ഞങ്ങൾക്ക് എതിർക്കില്ല. 10 കൊടുക്കുന്ന മൗലികളുടെ 10 കൊടുത്തിട്ട് നാട്ടുകാരായിട്ട് പിന്നെ വരുന്നതിന് ഞങ്ങളതിനൊന്നും പറയാനില്ല. നാട്ടുകാരതിന്റെ അപരാധികളല്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നാടിലെ പള്ളിയിൽ ഒരു കുഴപ്പമില്ലാതെ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോലും പാർട്ടി ചുമതലകളും പാർട്ടി പള്ളികളും വന്നു. ഇത് നാട്ടിൽ വിഷമുണ്ടാക്കി. പക്ഷേ അപ്പോഴും നിലവിലുള്ള മഹല്ല് സാധാരണഗതിയിൽ പോകുന്ന നാടിന്റെ മഹല്ല് ആ നാടിന്റെ മഹല്ലായിക്കൊണ്ടും മുസ്ലിം മഹല്ലായിക്കൊണ്ടും നിലനിന്നു. ഇതാണ് വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നത്. ഇപ്പോ ഏറ്റുകാരുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട പള്ളി മദ്രസിൻ സംഘടനാ ലെവൽക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഓരോ സംഘടനക്കാരല്ലാത്ത പരിപാടി അവിടെ പറ്റൂല. ഓരോ സംഘടനക്കാരുടെ പിരിവ് തന്നെ അവിടെ പറ്റുള്ളൂ. ഓരോ ഇണത്തിലല്ലാതെ അവിടെ ഓടാൻ പറ്റൂല. അവരുടെ രീതിയിലല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ പറ്റൂല. അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോ അതിന്റെ മറുപക്ഷത്ത് ബാക്കിയിരിക്കണമൊക്കെ നിങ്ങൾ കഴിച്ചു ബാക്കിയൊക്കെ നിങ്ങളുടെ വീരാമത്തേക്കും തരും. കഴിച്ചു ബാക്കിയൊക്കെ നമ്മളതല്ല. കഴിച്ചു ബാക്കിയൊക്കെ അല്ലാതെ കഴിച്ചു ബാക്കി വീട് വളർത്തുന്ന ഓരോന്നിനും മോദിച്ചു പോയി ബാക്കിയായ കഴിച്ചു ബാക്കിയൊക്കെ ഈക്കേണ്ടതാണ്. അത് എഴുതിയുള്ള സഹോദരങ്ങളെ നാടിന മഹല്ലുകൾ നിങ്ങളൊപ്പം നിന്നത് സമസ്തകളുടെ കമ്മി വെച്ചിരുന്ന പഴയ സമസ്യയാണ്, പഴയ കൂട്ടരാണ്. ഞാനിപ്പോ അള്ളയിൽ പോയപ്പോ അവരുടെ കൂട്ടരിന്റെ ഒരു പ്രത്യേക ഒരു കൂട്ടരാണ്. ആ കൂട്ടര് എല്ലാ കൂട്ടരും കൊണ്ടുവന്നിട്ട് സ്വീകരിക്കും, ആ പ്രസംഗിപ്പിക്കും. അങ്ങനത്തെ കൂട്ടരാണ്. കുറച്ചൊക്കെ വിൽക്കുന്ന പല കൂട്ടക്കാരോട് ഒന്ന് ഓരോ ബൈക്ക് കിട്ടിയതാന്ന് കണ്ടപ്പോ അവർക്ക് പോയി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളോട് മദ്രസ നടത്തുന്നുണ്ട് ഏതാ? അപ്പൊ അത് പഴയ രീതിയിൽ പോകുന്നത്. അവസ്ഥ ഒന്നും നോക്കിയിട്ടില്ല. പഴയ രീതിയിൽ എന്ന് പറയുമ്പോ നിലവിൽ 1950 മുതലേ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡൊന്നുണ്ടല്ലോ. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് ഈ സമസ്തയോട് ഒരു ബന്ധവുമില്ല. ഞാനവിടെ പ്രസംഗിച്ചു. എന്നെ കൊണ്ട് അതിനായിട്ട് ആളുകൾ രജിസ്റ്ററാണ് ഞാൻ പോയത്. ആ പദ്ധതിയിലവിടെ കൊണ്ടുവന്ന് പോരാൻ നേരത്ത് നേരം മുക്കിയിട്ട് അവിടുന്ന് വണ്ടിയിട്ടാവൂലേ, ഇങ്ങോട്ടാവത്ത് അവിടുന്ന് വണ്ടിയിട്ടാണ് പോകുന്നത്. ആ സ്ഥലത്ത് പോയി പ്രസംഗിച്ചു. ഇങ്ങനൊക്കെ നാടുണ്ട്. ഇങ്ങനൊക്കെ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ഉണ്ട്. അവർ പറയുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് ആ പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറഞ്ഞു, ഇവിടെ പാർട്ടിയൊന്നും പറ്റില്ല, സമസ്തന്റെ 2 ഗ്രൂപ്പും പറ്റൂല, എല്ലാവരും ഉൾക്കൊള്ളു, തെക്കന്മാരും മൂല്യന്മാരാണ് നടത്തുന്നത്, ആ ഉഷാറിലെ ഇവിടെ നടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ നടത്തുകയാണ്. പക്ഷേ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ആ സിലബസിനപ്പോൾ ഒന്നും അവിടെ നടത്തില്ല. അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ മദ്രസക്കും വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിലപ്പുറം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിർബന്ധ ബുദ്ധിയ നിങ്ങളെ കൊണ്ട് പരിഹരിപ്പിക്കുകയാണ്. നാട്ടിലെ ആളുകൾ വെറുതെ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ്. നാട്ടിലെ മദ്രസകളൊക്കെ നമ്മന്റേതാണ്, സ്വന്തമാണെന്ന് അവകാശപ്പെടുകയാണ്. ഇപ്പോഴെത്തി എവിടെയാണ് നിൽക്കുന്നത്? കെട്ടിടമുണ്ടാക്കുന്നത്, മദ്രസ ഉണ്ടാക്കുന്നത് നാട്ടുകാര്, നടത്തുന്നത് നാട്ടുകാര്, മാലിന്യങ്ങളെ നിയമിക്കുന്നത് നാട്ടുകാര്, മാലിന്യങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാര്, മറ്റെന്ത് പരിപാടികൾ നടത്തുന്നത് നാട്ടുകാര്, നിർത്തലേക്കുന്നത് നാട്ടുകാര്, മറ്റെന്ത് സംഗതികൾ ഫംഗ്ഷൻ ഉണ്ടാക്കട്ടെ ഇതൊക്കെ നാട്ടുകാര്. പക്ഷെ നാട്ടുകാർ നടത്തുന്നതാണെങ്കിലും മദ്രസ അവസ്ഥ എന്തെങ്കിലും ഓരോ ഓർഡർ വന്നാൽ 4 ദിവസത്തിന് കാശ് ലീവ് കൊടുക്കണം. ഞങ്ങളെ സമ്മേളനമാണ് കാശ് ലീവ് കൊടുക്കണം 4 ദിവസത്തിന്. പിന്നെ അതൊന്നും നോട്ടല്ല, ഏത് നോട്ടല്ല, കാശ് ഏതെങ്കിലും ഒന്നിന് പോയാലോ ലീവ്, കാശ് ലീവ് പറ്റില്ല, ഓലെ പുറത്താക്കണം. അനുവദിക്കപ്പെടാത്ത ലീവാണെങ്കിൽ ശമ്പളം കട്ട് ചെയ്യണം. അവരാണ്ടിന് പോയാൽ കാശ് ലീവ് ഉണ്ട്. മറ്റേ മോളിൽ അയാൾക്ക് താല്പര്യത്തിന് പോയാൽ കാശ് ലീവല്ല. അപ്പൊ കാശ് ലീവ് ഒന്നുമില്ല. ബലിയിൽ പോയാൽ ഈ ദിവസം മസാല
ഇത് എവിടുത്തെ മസാലകൾ ഏത് തരത്തിൽ നിങ്ങൾ ന്യായീകരിക്കാൻ കഴിയും? കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സമസ്ത കേരള ജമീയത്തിനെയോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയോ 3-4 സമ്മേളനത്തിന് പോയാൽ ഇവിടുത്തെ നാട്ടിലെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വക്കു സ്വത്ത് കൊണ്ടോ തിരിച്ചുണ്ടാക്കിയ സ്വത്ത് കൊണ്ടോ ഉണ്ടാക്കപ്പെട്ട സ്വത്തിന് ശമ്പളം യാതൊന്ന് ചുരുങ്ങാതെ കൊടുക്കുക. ഏത് കാലം യോഗത്തിന് അറിയാതെ മുണ്ടാതെ ചാടാതെ ആരെങ്കിലും അറിഞ്ഞ് ചാടിയിട്ട് വല്ല മൂല്യന്മാർ പോയിട്ട് ഓരോ സംഘടനാപൂർവ്വ ബന്ധം കൂട്ടിയ അയാളെ ശമ്പളമൊക്കെ ചെയ്യണം, പച്ച പോക്കണം. എന്റെ വിഷയം നമ്മളാളല്ല, നിങ്ങളാണെങ്കിൽ നാട്ടിലെ മദ്രസയ്ക്ക് എന്താ കേട്ടം? അത് നിങ്ങളെ മദ്രസല്ലേ, സമസ്തന്റെ മദ്രസ. അപ്പൊ നമ്മൾ പറയും സമസ്തന്റെ മദ്രസല്ലേ, പറയുമ്പോ എന്താ സമസ്തന്റെ മദ്രസല്ലേ? എന്ത് കൂട്ടരെ സമസ്തന്റെ മദ്രസ? എന്ത് സമസ്തന്റെ? ഇത് നാട്ടുകാരെ ബോധീകരിക്കാൻ ഞങ്ങൾക്ക് കടമയുണ്ട്. അതിന് കിട്ടുന്ന വേദി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ചുമതലയുണ്ട്. അതാണ് ഓടിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. നിങ്ങളുടെ നാട്ടിലെ മദ്രസയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയോ ഇനി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെയോ അല്ലെങ്കിൽ ഈ AP വിഭാഗം വിദ്യാഭ്യാസ ബോർഡിന്റെയോ പാഠബുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ പാഠബുക്ക് പഠിപ്പിക്കാനും പരീക്ഷ നടത്താനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും മാത്രം നിങ്ങൾ പ്രതിജ്ഞ കൊടുത്തുകൊണ്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് ചെയ്യുക. ബാക്കി ഒന്നുമില്ല. ബാക്കി ഒന്നും സംഭവിക്കാനില്ല. അതിനൊക്കെ ഫീസ് വാങ്ങുന്നുണ്ട്. പാഠപുസ്തകത്തിന് വില വാങ്ങുന്നുണ്ട്, പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങുന്നുണ്ട്. അതിന്റെ പേരിൽ വേറെ കുറെ തിരിവസ്തുണ്ട്. തിരിവില്ലാത്ത വല്ല സമയമുണ്ട്. നമ്മളെ മദ്രസമായിട്ട് നിങ്ങൾ കുഴങ്ങിയിട്ടില്ലേ? നമ്മളെ കുട്ടികൾ കുഴങ്ങിയിട്ടുണ്ട്. ഈ പിരിവിന്റെ ബഹുലത കൊണ്ട് പരീക്ഷാ ഫീസും കൂടി 1-2 വട്ടം നടത്തുന്നതിന് എന്താ ചെയ്യണം? മദ്രസ തുറന്നു ഒരു കൊല്ലത്തേക്ക് ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അതാണ് വിദ്യാഭ്യാസമാണ് പാത്രം. കുറെ ഒന്നായിട്ട് വാങ്ങിക്കുന്നു. ആ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഘട്ടമായിട്ട് സ്കൂളിലെ പരീക്ഷ ഒരാവശ്യമല്ല. 2 പരീക്ഷന്റെ അപ്പൊ ഒരാവശ്യമല്ല. അർദ്ധവാർഷിക പരീക്ഷയും വാർഷിക പരീക്ഷയും തമ്മിന്റെ അപ്പുറം ഒരു പരീക്ഷന്റെ ഒരാവശ്യമല്ല. സ്കൂളിൽ 10 പരീക്ഷ വന്നാൽ തുടങ്ങി നമുക്ക് 10 പരീക്ഷ. സ്കൂളിലൊക്കെ ശാസ്ത്രീയമാകണം. ശാസ്ത്രീയമാണല്ലോ. സ്കൂളിൽ എന്താണ് നടത്തുന്നത് വെച്ചാൽ സ്കൂളിൽ എന്താണ് നടത്തുന്നത് നമ്മൾ നോക്കുന്നത്. സ്കൂളിൽ എന്ത് ഒഴിവാ? സ്കൂളിൽ ഒഴിവല്ല. ആ ഒഴിവൊക്കെ നമുക്ക് മധ്യവേനൽ അവർക്ക് കുറെ ഒഴിവ് 10 ദിവസത്തിനെങ്കിലും മദർശി 2 മാസം മധ്യ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ടെങ്കാലം ഇവിടെ വലിയ ചൂട് സൈക്കൂലായിട്ട് അയക്കുണ്ടാക്ക 2 മാസം ഒഴിവാ. ആ 2 മാസം ഒഴിവ് നമ്മൾ ഈ അടിമത്തം വേണ്ടി ഒഴിവാക്കാൻ വയ്യ, നമ്മൾ നടത്താം. അതുകൊണ്ടല്ലേ നിലനിൽക്കുന്നത്. മാസ്റ്റർമാർക്ക് 2 മാസം സുഖമായിട്ട് ദിവസം ശമ്പളവും വാങ്ങാം. അതാണ് നിലനിൽക്കുന്നത്. മാസ്റ്റർമാരുടെ അധ്യാപക സംഘടനകളുടെ തരത്തിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ അധ്യാപകരുടെ ഊർജ്ജം കൊണ്ടാണ് ഈ ഒഴിവൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊന്നും വാസ്തവത്തിൽ ശറൈന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാനോ അതനുസരിച്ച് പോകാനോ വയ്യ. പക്ഷേ സമസ്ത പറയുന്നു എന്ന് പറയുമ്പോൾ നിർബന്ധിതമാകാൻ അങ്ങനെയാവുമെന്ന് പറയാൻ ആ രീതിയിൽ പോവുക. പോക്ക് പിന്നെ എവിടെ എത്തി? MSR ഇല്ലാത്തപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കാൻ യോഗ്യനല്ല. MSR എന്താണ്? സമസ്ത കൊടുക്കുന്ന രേഖ. മുഅല്ലിം സർവീസ് രജിസ്റ്റർ. മുഅല്ലിം സർവീസ് രജിസ്റ്റർ ആരാ കൊടുക്കേണ്ടത്? ആ സർവീസ് ആരുടെ കീഴിൽ ഏത് മദ്രസയിലാണ് നടത്തുന്നത് ആ മാനേജ് കമ്മിറ്റി കൊടുക്കേണ്ടതല്ലേ? ശരിക്കും ചിന്തിച്ചാൽ ആലോചിച്ച അങ്ങനെയല്ലേ? ഞങ്ങളുടെ മദ്രസയിൽ ഇത്ര കാലം പഠിപ്പിച്ച ആളാണ് ഇയാൾ എന്നുള്ളതിന് MSR കൊടുക്കേണ്ടതും MSRന് ഒപ്പിട്ട് കൊടുക്കേണ്ടതൊക്കെ ആ മദ്രസന്റെ ഭാരവാഹികളും മദ്രസയല്ലേ? പക്ഷേ ഇതെന്തേ കൊടുക്കുക? ചേളാരിന്ന് ഓടുന്ന് കോഴിക്കോട്ടുന്ന് ഓഫീസിൽ നിന്ന് കൊടുക്കണം. ആ ഓഫീസിൽ നിന്ന് MSR കിട്ടണമെങ്കിലോ ഇതാ അപേക്ഷ. സംസ്ഥാനക്കാരനല്ല, ഏറ്റുകാരനല്ല, അങ്ങനെ പ്രവർത്തിക്കൂല. പ്രവർത്തിച്ചാൽ ഞാൻ കപടനാണ്, എന്റെ കപടമുഖം നിങ്ങൾ വളർന്ന് ആക്കിക്കോ, അതിന് എനിക്ക് സമ്മതമാണ്. ഇതെന്റെ എഴുതിച്ചാൽ പിന്നെ കപടമുഖം പ്രകടമാക്കാന്നാണ് വിചാരം. മുസ്ലിമായ മനുഷ്യന്റെ എല്ലാ കുറ്റവും കുറവും ഒന്നിച്ച് വെളിപ്പെടുത്തി അനാവരണം ചെയ്ത് നാശാക്കാനുള്ളതാണ് ഇപ്പൊ അയാൾ എഴുതി ഒപ്പിട്ടത്. ഇന്ന് എത്തിരി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതി ഒപ്പിട്ടെന്ന് എന്തെങ്കിലും എഴുതൊക്കെ പറയണം. അതെവിടുത്തെ പറയാം എന്ന് നിയമമല്ല. ഒരാൾ എഴുതി ഒപ്പിട്ടെന്ന് അയാൾക്ക് സമ്മതമാണെന്ന് കണ്ടാൽ അയാളോട് അന്യായമായിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെന്നാണോ? നിയമവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. മതവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ശരയിലും മതത്തിനുവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ സൂത്രങ്ങളും ദുരന്തങ്ങളും നിലനിൽക്കുകയാണ് ഓഫീസിൽ കുത്തിയിരിക്കുന്ന തലകൾ. ഈ ചെറിയ സംഘടനാ പരുവത്തിൽ തന്നെ വളർത്തപ്പെട്ട് സംസ്കരിച്ചു കൊണ്ടുവന്നിട്ടുള്ള തലകൾ ആ നാട്ടുകാരിതൊന്നും അറിയുന്നില്ല, സാധാരണക്കാരിതൊന്നും അറിയില്ല. ഒന്നും മാത്രം അറിയാൻ ഞങ്ങളുടെ നാട്ടിൽ സമസ്തന്റെ വന്നില്ല, ഞങ്ങളുടെ പള്ളി സമസ്തന്റെ വഴിയ ഓരോ പള്ളി ഞങ്ങൾ നാട്ടുകാരെ പള്ളിയില്ല, മഹലിൽ പള്ളിയില്ല, ഒന്നുമല്ല സമസ്തന്റെ പള്ളിയ. സമസ്തന്റെ ഏത് പള്ളിക്ക് ഒന്നുമില്ല. ഇങ്ങനൊന്നും ഇംഗ്ലീഷിലുണ്ട് സമസ്തന്റെ. സമസ്തന്റെ എന്ന് പറഞ്ഞാൽ സമസ്ത നോക്കാനാ ഞാൻ കാര്യം നടത്തിക്കും. സമസ്തക്ക് വിട്ടുപിടിക്കും, സമസ്ത നടത്തട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ വാസ്തവത്തിൽ നമ്മളെ കളിപ്പിക്കാൻ കാണിക്കുന്ന അമ്പലുകളാണ്.
നമ്മൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അവർക്കാണ് ലാഭം. പരീക്ഷ നടത്തിയാൽ അത് വിദ്യാഭ്യാസ ബോർഡിനാണ് ലാഭം. അതിന് മദ്രസ മാലിന്യങ്ങളിൽ നിന്ന് പിരിവുണ്ട്, വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവുണ്ട്, മാനേജ് കമ്മിറ്റിയിൽ നിന്ന് പിരിവുണ്ട്, നാട്ടുകാരിൽ നിന്ന് വേറെ വേറെ പിരിവുണ്ട്, കോളേജ് യോഗങ്ങൾക്ക് പിരിവുണ്ട്, സംഘടനാ യോഗങ്ങൾക്ക് പിരിവുണ്ട്. ഇതൊക്കെ പിരിക്കേണ്ട ഒരു കേന്ദ്രമായിട്ട് അതിന് അനുമതി കൊടുക്കുന്നതോടൊപ്പം നാട്ടിലെ മദ്രസന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൂട്ടിയിട്ട് മാനേജിംഗ് കമ്മിറ്റി നോക്കുകുത്തിയായി എന്ന് പറയുക. ആ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് സമ്മതിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക. മദ്രസന്റെ മാനേജിംഗ് കമ്മിറ്റി നോക്കുകുത്തി ലീവ് തീരുമാനിക്കണമല്ല. ഞാനിപ്പോ ഒരു ശമ്പള പട്ടികന്റെ ഒരു കോപ്പി നോക്കി. ശമ്പള പട്ടിക അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോ എന്താ CL ഓരോരോ എന്തൊക്കെയാണോ ലീവിന് പേര് നിന്നിട്ട് അതൊക്കെ ഇതിലുണ്ട്. ഇവർക്ക് ആരാ നിശ്ചയിക്കുന്നത്? സമസ്ത നിശ്ചയിക്കുക. സമസ്ത ഓരോ കുട്ടി നിശ്ചയിക്കുക. ഇവിടുത്തെ മദ്രസയിൽ എത്ര ലീവ് വേണം, ഈ ലീവിന് എത്ര കാശ് ലീവ് വേണം. ഏതൊരു സർക്കാർ നിയമിക്കണമായി. ഞങ്ങൾ സർക്കാരാണ് കൂടി, ഞങ്ങൾ സർക്കാരാണ് വിചാരം. സർക്കാരിൽ നിന്നാൽ സർക്കാർ സംഭവത്തില് സർക്കാരിന്റെ സ്കൂളാണ് ശരിക്കും സർക്കാർ ആ കെട്ടിടമുണ്ടാക്കുന്നത്. മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന കെട്ടിടത്തില് എയ്ഡുകളായിട്ട് പഠിപ്പിക്കുന്ന എയ്ഡുകളായിട്ടാണുള്ള മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ ആ സ്കൂളിന്റെ കെട്ടിടവും മറ്റൊക്കെ നോക്കുന്നത് മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് പണം പുറത്തുനിന്ന് കിട്ടും ചെയ്യും. പക്ഷേ അവരുടെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അപ്പൊ സർക്കാർ ശമ്പളം കൊടുക്കുന്നവർക്ക് സർക്കാർ നൽകുന്നതും സർക്കാർ പാസ്സാക്കുന്നതുമായ നിയമം നടപ്പിലാക്കാൻ വകുപ്പുണ്ട്. അതേമാതിരിയാണോ നമ്മുടെ നാട്ടുകാർ തിരിച്ചുണ്ടാക്കിയിട്ട് വയലു പറഞ്ഞ് തിരിച്ചുണ്ടാക്കിയിട്ട് ചുറ്റുകുറിച്ച് തിരിച്ചുണ്ടാക്കിയിട്ട് വളവാങ്ങി തിരിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും തന്നെ റാപ്പുമായി ഇറക്കിയിട്ട് ലക്ഷങ്ങൾ കടം വരുന്ന തിരിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ മദ്രസകളിലെ അതൊക്കെ സമസ്തമാരുടെ ലീവാണ്. സമസ്ത പറയുന്നത് കാശ് കൊടുക്കുക, സമസ്ത പറയുന്നത് കാശ് കൊടുക്കണ്ട. റേഞ്ച് യോഗമുള്ള ദിവസത്തിൽ ലീവാണ്. അതിന് ഡ്യൂട്ടി ലീവല്ലോ. എനിക്കത് വന്നൂടാ. DL ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. DL ഡ്യൂട്ടി ലീവാണ്. ഈ ഡ്യൂട്ടി ലീവാണെങ്കിൽ എന്താണ്? വേല അടക്കം അന്നത്തൊക്കെ അടക്കം കൊടുക്കണം. അതിനാണ് ഡ്യൂട്ടി ലീവാണ്. അത് കൊടുക്കേണ്ടത് ആർക്കാണ്? സമസ്തക്കാരന് മാത്രം. സമസ്തക്കാരന് മാത്രം. മറ്റേ ബോർഡിന്റെ എനിക്ക് അറിഞ്ഞൂടാത്തോട് പറയേക്കാം. ഞാൻ പക്ഷം ചേർന്ന് പറയല്ല. മറ്റേ ബോർഡിലേക്ക് അറിഞ്ഞൂടെ. ഞാനിവിടെ കേൾക്കുന്നത് മഹല്ലുകളിൽ നടക്കുന്ന, മഹല്ലുകൾ നിയന്ത്രിക്കുന്ന മദ്രസകളുടെ കാര്യമാണ്. അതാണ് സഹതാപാഠം. അതാണ് കുഴപ്പമുണ്ടാകുന്നത്. അത് പോയാലാണ് നമുക്ക് നഷ്ടം വരുന്നത്. കാരണം എല്ലാവരെയും ഏകീകരിക്കുന്ന ഒരു ചെറിയ കണ്ണിയാണിത്. ആ കണ്ണി അറ്റുപോയോ ഈ മഹലില്ല, നാല് മഹലില്ല. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ നാട്ടിലെ ഈ മദ്രസകളുടെ ലീവ് കണക്കാക്കുന്നിടത്ത് നമ്മൾ റേഞ്ചിൽ യോഗത്തിന് പോയാൽ റേഞ്ച് മെമ്പർക്ക് മാത്രം കിട്ടുള്ളൂ. റേഞ്ച് മെമ്പർ അല്ലാത്തവർക്ക് കിട്ടില്ല. റേഞ്ച് മെമ്പർ എന്ന് ആരാ ആലോചിക്കണമെങ്കിൽ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതായത് ഇന്ന റേഞ്ചിലുള്ള മുഅല്ലിമീങ്ങളുടെ സംഘം എന്നാ പേര്. റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇന്ന റേഞ്ചിലുള്ള മുഅല്ലിമീങ്ങളുടെ സംഘം. ആ റേഞ്ചിലെ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളൊക്കെ അതിൽ അംഗങ്ങളല്ലേ. അവിടെ എന്താ പണി? എങ്ങനെ അധ്യാപനം എന്ന് പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, പരീക്ഷന്റെ കൊടുക്കുക, വിഷയം പറയാ, അധ്യാപകരെ ശീലിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുക, ബോർഡിൽ നിന്ന് കൊണ്ടുവന്ന വേദങ്ങളൊക്കെ കൈമാറാത്ത ഈ ശീലത്തിന് പോകുന്ന അധ്യാപകരെല്ലാം മെമ്പർമാരല്ലേ. എല്ലാവർക്കും കൊടുക്കേണ്ട മെമ്പർഷിപ്പ്. പക്ഷേ സംസ്ഥാനക്കാരന് കൊടുക്കൂല, ഏസിക്കാരന് കൊടുക്കൂല. നിങ്ങൾ നാട്ടുകാരെല്ലാം അന്വേഷിക്കണം. നിങ്ങളുടെ നാട്ടിലുള്ള മുഅല്ലിമീങ്ങളിൽ ആരെങ്കിലും ഏസിക്കാരനോ സംസ്ഥാനക്കാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ ആണെങ്കിൽ കിട്ടൂല. റേഞ്ചിലാകുമ്പത്തും കിട്ടൂല. റേഞ്ചിലാകുമ്പത്തും കിട്ടണമെങ്കിലും വേണം SKSS സ്ഥാനൊപ്പ്. മുതിർന്ന SYSകാരൻ്റെ ഒപ്പല്ല, കുട്ടിയൊപ്പാണ് SKSSന്റെ ഒപ്പ്. ഈ SKSSന്റെ ഒപ്പുള്ളവരെ റേഞ്ചിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. റേഞ്ചിന്റെ മെമ്പർ പോയാലേ അയാൾക്ക് ഡ്യൂട്ടി ലീവായിട്ടോ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറ്റൂല. അപ്പൊ ഏസിക്കാരൻ അന്നത്തെ ശമ്പളം പറ്റുപോയി. വലിയ യോഗം നടത്തിയില്ല, അയാൾ വയസ്സും പോയി. സംബന്ധിച്ചു അങ്ങനെ 4 യോഗം ഉണ്ടാക്കി അയാൾ പോയാലും ശരിയല്ലേ. ഒരു 4 യോഗം ഉണ്ടാക്കിയിട്ട് അയാൾ പോയില്ലെങ്കിൽ അയാൾ വരും പോയി. ഇങ്ങനെ പോയി സ്വന്തം ആജ്ഞാനവർത്തികളായി ജീവിക്കുന്നവർക്കല്ലാത്തവർക്കൊന്നും മദ്രസയിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത പോലുമില്ല എന്നിടത്തെ കാണിച്ച് MSR എന്ന കുമ്മസാർ ഇട്ടുകൊണ്ടിട്ട് പ്രശ്നമുണ്ടാകുന്നത് സഹോദരങ്ങളെ.
ഇതല്ല, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മാലിന്യങ്ങളെയും ഈ നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെയും വയറ്റുന്ന ഒരു ധാരണ, അത്തരം ഒരു സംഭവമാണ്. മാലിന്യം സർവീസ് വഹിക്കുന്ന ശാസ്ത്രീയമായി ഇതാക്കാനൊന്നും അല്ല, ഒന്നുമില്ല. ഇതാ MSR കിട്ടാൻ കൊടുക്കേണ്ട അപേക്ഷ ഏറ്റുകാരനല്ല, സംസ്ഥാനക്കാരനല്ല, ഇന്ന ആൾ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടുള്ള സമസ്തയുടെ ഫുൾ സമയ പ്രവർത്തകൻ മാത്രമാകുന്നു എന്ന് പറയാൻ അറിഞ്ഞാലും പോരാ. MSR കിട്ടണമെങ്കിലും വേറെ പണികൾ കിട്ടണമെങ്കിലും സുപ്രഭാതത്തിൽ വൈകാരി ചേർത്ത് കൊടുക്കണം, ചന്ദ്രിക കൊടുക്കാന് സുപ്രഭാതത്തിൽ വൈകാരി ചേർത്ത് കൊടുക്കണം, സുന്നിയഫ്താൻ വൈകാരി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഓരോ ഇടയിലുള്ള സംഘത്തിനൊക്കെയും പരിക്കാരെ ചേർത്ത് കൊടുക്കുന്ന പ്രവർത്തനം കൂടി നടത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടില്ല. MSR ഉള്ള കൊടുക്കാൻ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റ് എല്ലാം കൊടുക്കുന്ന സമസ്തന്റെ ഓഫീസിൽ നിന്നാണ്. ഇവരെല്ലാം എഴുതി ഒപ്പിട്ട് ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കണം, ഇത്ര കൊല്ലം പഠിപ്പിക്കണം, ഇത്ര കൊല്ലം ഇവിടെ പഠിപ്പിക്കണമെന്ന് കൊടുക്കണേന് സമസ്തന്റെ ഓഫീസിലേ കൊടുക്കുള്ളൂ. ഇതെന്തിനു വെച്ച ഇതെന്തിനു വെച്ച മാനേജിംഗ് കമ്മിറ്റിക്ക് യാതൊരു ഇടപെടലും ഇതിലുണ്ടാവരുത്. സമസ്ത നേരിട്ട് പരിശോധിച്ച് ഒപ്പിട്ട് ഇതിന്റെ സൂചനയുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലും മേൽ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കമ്മിറ്റി ഭാരവാഹികളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്ക് യൂണിറ്റ് കമ്മിറ്റിയും സീലും മറ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രതിജ്ഞന്റെ കടലാസിൽ തന്നെ ശാഖന്റെ പ്രസിഡന്റിന് സെക്രട്ടറിക്കുള്ള നിർദ്ദേശമാണ്. പ്രതിജ്ഞ കടലാസിൽ ആ കടലാസിൽ തന്നെ ഈ നിർദ്ദേശത്ത് പറയുന്നത് SKSSന്റെ സീല് പ്രസിഡന്റും സെക്രട്ടറി ഉപയോഗിക്കണമെങ്കിൽ ഈ അധ്യാപകൻ എഴുതിയിട്ടുള്ള ഫോൺ നമ്പർ വ്യാജമായിട്ടാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം. കാരണം കമ്മിറ്റിക്കാരെ പേരിട്ട് ആരുടെയെങ്കിലും ഫോൺ നമ്പർ കൊടുത്തിട്ട് MSR വഹിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലോ ഇങ്ങനെ ഉറപ്പുവരുത്തി ആർക്ക് മുഅല്ലിം സർവീസ് രജിസ്റ്റർ അയാൾ ചെയ്ത അധ്യാപനത്തിന്റെ ജോലിക്കുള്ള ആ അംഗീകാരമായി അയാൾക്ക് ജോലി എഴുതുന്നുള്ള കടലാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് കിട്ടുന്ന ആൾക്ക് മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ സർക്കുലർ MSR ഇല്ലാത്തവരെ ആരും മദ്രസയിൽ നിർത്തുന്നു. ആര് മദ്രസ? സമസ്ത നിർത്തുന്ന ആരാ? കമ്മിറ്റിക്ക് വിലവാദ നിർദ്ദേശം MSR ഇല്ലാത്തവരാരും നിർത്തുന്നു. യോഗ്യതന്റെ പേര് MSR. ഓന്റെ കൂട്ടരെ സർക്കാർ പഠിപ്പിക്കുന്ന, സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഇടത്ത് പോലും സർക്കാരിനെ അനുകൂലിക്കുന്നവരും സർക്കാരിന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എന്ന് വ്യവസ്ഥ ചെയ്തിട്ട് അംഗീകാരമോ യോഗ്യതയോ നിശ്ചയിക്കാറില്ല. അങ്ങനെയാണെങ്കിലിപ്പോ LDF സർക്കാർ ഭരിക്കുമ്പോ അവരുടെ കീഴിലുള്ള സർക്കാർ സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണമെങ്കിൽ ഓരുടെ ആൺകുളികാരാകണം, ഓരോ സംഘടനക്കാരാകണം, ഓരോ സർക്കാരിനെ പുകഴ്ത്തുന്നവരാകണം എന്ന് വെച്ചാൽ കുടുങ്ങിയത് സഹോദരങ്ങളെ. പിന്നെ LDF എന്ന കാലത്ത് ഓരോ പറയാൻ വെച്ചാൽ പിന്നെ എന്തിനാണോ നേരം ഉണ്ടാവുക? അതല്ലേ ഇവിടെ അടച്ചുന്നത്. എവിടേക്കാണ് പോകുന്നത്? മോഡിയിൽ നിന്ന് പോലും പഠിച്ചതല്ല വന്നു. മോഡിക്ക് പഠിച്ചെന്ന് വെറുതെ പറയാ, മോഡിയിൽ നിന്ന് പോലും പഠിച്ചതല്ല. അങ്ങനെയുള്ള സർക്കാരിൽ നിന്ന് പോലും പഠിച്ചതല്ല. സർക്കാരിനെ കുറ്റം പറയുന്നവർക്കും സർക്കാരിന്റെ ഉദ്യോഗം കിട്ടും. അതിനെന്താ വേണ്ടത്? അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. അതാ വേണ്ടത്. സർക്കാരിന് ഇന്നത്തെ ഉദ്യോഗത്തിന് ഇന്നതാ വേണ്ടതെന്ന് കാണുന്ന അതാണ് വേണ്ടത്. അതുള്ളവർക്കും പഠിച്ചിട്ടില്ല. ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമില്ല, ഇന്നുണ്ടായിട്ട് കാര്യമില്ല, കൊല്ലം കുറെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഒന്നുണ്ടായിട്ട് കാര്യമില്ല. ഓഫീസിൽ നിന്ന് സമസ്ത ഓഫീസ് കൊടുക്കുന്ന MSR വേണം. അതാക്കേ കൊടുക്കുള്ളൂ. ഈക്ക സമസ്ത ഇവിടെ സജീവ പ്രവർത്തകൻ, ഭരിക്കാറ് ചേർക്കുന്ന പ്രവർത്തകൻ ഓർക്കേ കൊടുക്കുള്ളൂ. ഈ ഫോട്ടങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നൊരു സാധനമുണ്ട്, മുഅല്ലിം ക്ഷേമനിധി. പേരാണ് മുഅല്ലിം ക്ഷേമനിധി. മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ ക്ഷേമത്തിനായിട്ട് സ്വരൂപിക്കപ്പെട്ട നിധി. പേരിതാ, ഇത് ആ പേരിലാണ് മുഅല്ലിം ക്ഷേമനിധി. വിദേശത്ത് പിരിവുണ്ട്, നാട്ടിൽ മുഴുക്ക പിരിവുണ്ട്, മദ്രസകളിൽ കൊല്ലാകൊല്ലം പിരിവുണ്ട്, ഇന്നെ കണ്ടിട്ട് ഒറ്റക്കും പിരിവുണ്ട്, പരീക്ഷാ ഫീസിൽ നിന്നും വിദ്യാഭ്യാസ ബോർഡിന്റെ പോക്കുന്ന അങ്ങനെ നീക്കിയിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു നിധി, കോടിക്കണക്കിന് രൂപകളുള്ള കൈവശമുള്ള ഒരു നിധി. ഞാൻ അവിടേക്കൊന്നും കിടക്കല്ല, പണത്തിന്റെ കാര്യം പറഞ്ഞാൽ പൊട്ടും. അവിടേക്കൊന്നും കിടക്കല്ല പോലെ. അങ്ങനെ കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചു വെച്ച ഈ മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് ഒരു മുഅല്ലിം എന്ന നിലയ്ക്ക് അയാൾക്ക് അത്യാവശ്യം എന്ന ഒരു സംഘത്തിക്ക് കിട്ടണമെങ്കിൽ അതിനും വേണം ഈക്ക സമസ്തയിൽ സജീവ പ്രവർത്തകരാവുക. സുപ്രഭാതത്തിന് ഇത്ര വരിക്കാരെ ചേർത്ത് കൊടുക്കുക, ചുള്ളിയാക്കാൻ ഇത്ര വരിക്കാരെ ചേർത്ത് കൊടുക്കുക, മദ്രസയിലെ കുടുംബമാക്കിയിട്ട് ഇത്ര വരിക്കാരെ ചേർത്ത് കൊടുക്കുക. അങ്ങനത്തെ സജീവ പ്രവർത്തകരാണെന്നും ഇതൊക്കെ ഏർപ്പെട്ടപ്പോൾ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ, ഒപ്പിട്ടെങ്കിൽ മാത്രമേ മുഅല്ലിം ക്ഷേമനിധിയിൽ കുട്ടികളെ കെട്ടിക്കാൻ കിട്ടുള്ളൂ.
വീടിന്റെ റിസോർട്ടിൽ കിട്ടുള്ളൂ, ബാപ്പാന്റെ ചികിത്സക്ക് കിട്ടുള്ളൂ, ഇയാളെ സ്വന്തം ചികിത്സക്ക് കിട്ടുള്ളൂ, കിണറ് കുളിക്കാൻ കിട്ടുള്ളൂ. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട സംഗതികൾക്ക് പാവങ്ങളെന്നവർക്ക് അത്യാവശ്യത്തിന് വേണ്ടി പാവപ്പെട്ട മാലിന്യങ്ങൾക്ക് വരുമാനമില്ലാത്ത മാലിന്യങ്ങൾക്ക് നിർഭയപ്പെടുത്തുകൊണ്ടുണ്ടാകപ്പെട്ട ഈ ക്ഷേമനിധിയിൽ നിന്ന് വല്ലതും കൊടുക്കണമെങ്കിൽ വരെ അവനവന്റെ പാർട്ടിക്കാരനും ഒത്തുകാരനും പ്രവർത്തകനും റാങ്കോളിലാകണമെന്ന് വ്യവസ്ഥ കൊടുക്കുന്നത് എവിടത്തെ വ്യവസ്ഥയാണ്, ഏത് രാജ്യത്തിനുള്ള വ്യവസ്ഥയാണ്, ഏത് സംസ്ഥാനത്തിൽ നടക്കുന്നതാണ് എന്ന് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ? ഇതാണ് മലയാളികളെ നടത്തിപ്പോകാമെന്നാണോ ചിന്തിക്കുന്നത്? അങ്ങനെയൊക്കെ നടത്തിപ്പോകുക, ആളുകൾക്ക് അംഗീകരിച്ചുകൊണ്ട് കടമടിക്ക് സമ്മതിക്കില്ല, വലിയ സമസ്യല്ല. ഇതാണോ ശരി? ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. ഇത് നാട്ടുകാരെല്ലാം ശരിയല്ലേ നിങ്ങൾ അന്വേഷിച്ചോ? ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഞങ്ങൾക്ക് കിട്ടാത്തത് മാത്രമല്ല വിഷയം, ഇത് അന്യായമാണ്. ഇത് അന്യായമാണ്. കാരണം മാലിന്യങ്ങളുടെ പേരിൽ പിടിക്കുന്ന അതൊന്ന് നോക്കി രസം. ഈ മാലിന്യം ക്ഷേമനിധിയിലേക്ക് ഒന്നാമത്തെ തിരുവല്ലാന്നറിയോ? ആദ്യം ചേരുന്ന മാലിന്യം ഒരു ദിവസത്തെ ഒന്നാമത്തെ ദിവസത്തെ വേതനയ്ക്ക് സംഭാവന കൊടുക്കണം. അത് ഏപ്പിക്കാരൻ മാലിന്യത്തിന് പറ്റും, സംസ്ഥാനക്കാരൻ മാലിന്യത്തിന് പറ്റും, ദക്ഷിണക്കാരന്റെ പറ്റും, ഫെമിലിക്കാരന്റെ പറ്റും, ത്വരീകക്കാരന്റെ പറ്റും, എല്ലാവർക്കും പറ്റും. കൊടുക്കുന്നവർക്ക് ത്വരീകക്കാരന് പറ്റൂല, മറ്റേ ആൾക്ക് പറ്റൂല, ഇവർക്ക് പറ്റൂല, അവർക്ക് പറ്റൂല, ഒരു കൂട്ടർക്കും പറ്റൂല. സമസ്തയ്ക്ക് വിരോധമുള്ള സംഘടനക്കാരൻ്റെതൊക്കെ അങ്ങനത്തെ ക്ഷേമത്തിലേക്ക് സംഭാവന നമ്മുടെ കാവലോയിൽ ഇന്ത്യയിൽ ഇരിക്കുന്ന നമ്മുടെ നോക്കി അദ്ദേഹത്തിന് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതിയിട്ട് എത്ര കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. നമ്മുടെ ഈ അബൂലക്ക് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടാൻ കൊടുക്കാനുള്ള കാരണം എന്താ? സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എത്ര കൊല്ലത്തിലുള്ള ഒരു ദിവസത്തെ വേതനം ക്ഷേമനിധിയിലേക്ക് എത്തിക്കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വേദന കെട്ടിക്കിടപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കൂല. ആരും മാത്രം കിട്ടിയാൽ മതി, മുപ്പർക്കുള്ള സഹായം കിട്ടും. ഞാനത് രണ്ടാളാണ്, എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ആ പാവപ്പെട്ട മാലിന്യങ്ങൾ ഈ അബൂലയിൽ എങ്ങനെ ഇരിക്കും? പലർക്കായിട്ട് വളരെ വിഷമിക്കുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഇങ്ങനെ ജോലിയിൽ നിന്ന് ഇപ്പോൾ ആ കുട്ടികളെ കൊണ്ട് വലുതായി കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ളൂ. അങ്ങനെയുള്ള പാവപ്പെട്ട അധ്യാപകർക്ക് മാലിന്യം ക്ഷേമത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ സമസ്തയുടെ സജീവ പ്രവർത്തകനും സുപ്രഭാതത്തിന് വരി ചേർത്ത് കൊടുക്കുന്നവനും ശൂന്യസ്ഥാനം ചേർത്ത് കൊടുക്കുന്നവനും ആകണമെന്നത് നമുക്ക് നടത്തിക്കൊണ്ടാകാൻ പറ്റുന്നതാണോ സഹോദരങ്ങളെ? സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ നാട്ടിലൊരു പിരിവിന് ചൊല്ലുമ്പോൾ നാട്ടിലുള്ള ആൾക്കാരും കൂടി അത് ചെയ്യുമോ? ഏതെങ്കിലും ഉസുള്ളവർ ചെയ്യോ? പുറത്ത് പറഞ്ഞവർ ചെയ്യോ? കുടുംബത്ത് പറഞ്ഞവർ ചെയ്യോ? രാജ്യപ്പെടുത്താൻ വേണ്ടി കാർക്കുണ്ട്, റോഡുണ്ട്, ചികിത്സിക്കാൻ പേർ കൊടുക്കുന്നുണ്ട്, അമ്മ വാപ്പാണെന്ന് കൊടുക്കുമ്പോ ഇത് സമസ്തന്റെ സജീവ പ്രവർത്തകരാണെങ്കിൽ ക്ഷേമനിധിന് കിട്ടുള്ളൂ എന്ന് കൊടുക്കാൻ എന്താണ് ഇതിന്റെയൊക്കെ പേര്? ഇതൊക്കെ ആരെയാണ് നിങ്ങൾ വളർത്തിയത്? എങ്ങനെ നിങ്ങൾ ഈ വിധത്തിൽ സംസ്കരിക്കപ്പെട്ടു? ഇത് സഹികത്തിലാണ് സഹോദരങ്ങളെ. പുസ്തകത്തിൽ എഴുതി നോക്കി, പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി നോക്കി, തിരിയുന്ന വിധത്തിൽ അവർക്ക് മാത്രം തിരിയേണ്ട വിധത്തിൽ സാധാരണക്കാർക്ക് തിരിയാത്ത വിധത്തിലൊക്കെ പറഞ്ഞു നോക്കി, എവിടേക്കും ചോട് പോകില്ല. ഇതൊക്കെ ഫാഷിസം. കുറച്ച് ആൾക്കാരുണ്ട്, ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം എന്താണ്? ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ പാർട്ടിയോടും നരേന്ദ്രമോദിയുടെ സർക്കാരിനോടും നമ്മൾ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് പറയുന്നത് എന്താ? രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ ഫാഷിസം, ഭൂരിപക്ഷത്തിന്റെ ഇംഗിതം ന്യൂനപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി പറ്റില്ല. അതിന്റെ ഭാഗമാണ് ഏക സിവിൽ കോഡ്. ഞങ്ങൾക്കിവിടെ ന്യൂനപക്ഷമാണെങ്കിലും ഭരണഘടന അനുവദിക്കുന്ന അവകാശമുണ്ട്. ഈ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തി നിയമമനുസരിച്ച് ശരിയാത്തനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കനും പകർക്കാൻ അനുവദിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളായ സംഘടനകളിൽ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കേ ഭൂരിപക്ഷമുണ്ട് എന്നതിന്റെ പേരിൽ മഹല്ലിന് ന്യൂനപക്ഷത്തിന്റെ മേലിൽ എന്തും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഫാസിസം നടപ്പാക്കാമെന്നാണോ സമസ്തക്കാർ ചിന്തിക്കുന്നത്? അതാണോ പ്രചരിപ്പിക്കുന്നത്? ഭൂരിപക്ഷം അങ്ങനെ ഈ ഭൂരിപക്ഷം കിട്ടുന്നത് ഇവിടെ നടത്തുന്ന തല്ലുകളൊക്കെ സാധാരണക്കാരായ നാട്ടുകാർ അറിയിച്ചല്ലേ? ഇന്ന മാലിന്യത്തിന് കൊടുക്കണില്ല എന്ന് അറിയിച്ചല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആളുകളെ, സഹോദരന്മാരെ, ഈമാനുള്ളവരെ, നമുക്കാകെ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നടക്കാനുള്ളത് മുസ്ലിം പള്ളിയേ ഉള്ളൂ. ഖബറടക്കുമ്പോഴാണ് നമ്മളിതൊക്കെ നോക്കുന്നത്. എവിടെ ഖബറടക്കുന്നപ്പോ നമ്മളിപ്പോ പോകുന്നത് ഇരുവേറ്റിയിലെ പഴയ ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കാൻ. അവിടെ ചെല്ലുമ്പോ ഞങ്ങൾ ഈ കമ്മിറ്റി ഭരിക്കുന്നത് ഇങ്ങനെയാണ്, അത് ഈ സമസ്തക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്മിറ്റി, അതുകൊണ്ട് ഓലെ നടക്കാൻ പറ്റുള്ളൂ എന്നും പറയാൻ കഴിഞ്ഞാലോ?
കുഴപ്പമില്ല നാട്ടിൽ പറയും എന്നല്ലെങ്കിൽ ആ പറയും ഇതിനൊന്നും സ്ഥലമല്ല. ബാക്കിയുള്ളവർക്ക് മുന്നിൽ എന്നാണോ നടക്കും ഭൂരിപക്ഷത്തിന്റെ നിയമം അതിൽ ഭരണഘടനയിൽ ഇങ്ങനെയുണ്ട്, ആധാരത്തിൽ ഇങ്ങനെയുണ്ട്, സമസ്ത കേരള ജമിയത്തുമാണ്. എന്താ എഴുതിച്ചൊന്നുമില്ല, എന്താ എഴുതിച്ചോ എന്ന് ഭാഷ നോക്കാനല്ല. സമസ്ത കേരള ജമിയത്തുമാണ് എഴുതിച്ചോ അത് വലുതാണ്, വേറൊന്നുമില്ല. ഈ തരത്തിൽ പോയാൽ നാട്ടുകാർക്ക് മഹലില്ലാതാകും, മുസ്ലിങ്ങൾക്ക് മഹലില്ലാതാകും, സംഘടനയ്ക്ക് മാത്രം മഹല്ലാകും. ഈക്കൾക്ക് മാത്രം മഹല്, സമസ്തക്ക് മാത്രം മഹല്, സംസ്ഥാനത്ത് മാത്രം മഹല്. ഞങ്ങളേതായാലും തിരിയുന്നില്ല, ഞങ്ങളങ്ങനെ ഒരു എഴുതി വെക്കാറില്ല. സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാല് മഹത്തായ സുന്നതമായ ആശയം നിലനിർത്തുന്നതിന് അനിവാര്യമായ വേളയിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഈ സംവിധാനം ചട്ടക്കൂടിനുമൊന്നും യഥാർത്ഥത്തിൽ ഒരു നിലയുമില്ല എന്നും ചിലപ്പോൾ മാറ്റേണ്ടി വരുമെന്നും നമുക്കിപ്പോ തന്നെ ആലോചിക്കാവുന്നത്. പേര് വെച്ചിട്ട് എഴുതേണ്ടി വരുന്നില്ലേ? സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ പ്രസിഡന്റായിരുന്നില്ലേ വണ്ടൂരിലെ ശൈഖുനാ താജുൽ ഉലമ? കേരള സംസ്ഥാന ജമിയത്ത് ഉലമ എന്ന പേരിൽ വേറൊരു സംഘടന പ്രവർത്തിക്കേണ്ടി വന്നില്ലേ അദ്ദേഹത്തെ? 19ാമത്തെ വയസ്സിൽ 25 രൂപീകരിക്കപ്പെട്ട സംഘങ്ങളിൽ സാധാരണ മെമ്പർമാരിൽപ്പെട്ടവരായി കടം തോന്നിട്ടുള്ള ആ മഹാമനീഷിക്ക് 1967 വരച്ച തീരുമാനം താനറിയാത്ത യോഗത്തിൽ താന്റെ ഭഗവത്തെതിരായിക്കൊണ്ട് സംഘടന ഉഷാവ തീരുമാനിച്ചുകൊണ്ടുള്ള ഒറ്റ തീരുമാനത്തിന്റെ പേരിൽ രാജിവെച്ച് പുറത്തു പോരേണ്ടി വന്നില്ലേ ബഹുമാനപ്പെട്ടവർക്ക്? അതുവരെ തീരുമാനത്തിന് വേണ്ടി അടരാടി പോരാടുന്നതിന് ബഹുമാനപ്പെട്ടവർക്കും ആമയും മുഹമ്മദ് മുസ്ലിയാണവര് മരണപ്പെട്ടപ്പോൾ പോലും സമസ്തന്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് വായുവിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ് മയ്യത്ത് നിസ്കാരം മുടക്കിയവരല്ലേ? നിങ്ങൾക്ക് പരിപാലനത്തിന് വരാൻ പറ്റാത്തവരില്ലേ? നിങ്ങൾക്ക് ആകേണ്ടി വന്നത് എങ്ങനെയാണ്? സമസ്ത എന്നത് ആരെങ്കിലും നിങ്ങൾ കുട്ടിലേക്ക് വിചാരിച്ചിട്ടുണ്ടോ? രൂപീകരിച്ചവരില്ല. പിൽക്കാലത്ത് വരുന്നവരാ. ഞാനിപ്പോ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഈക്കിയാബൂസിലാരും കന്യാസാമ മുസ്ലിയാരും മരിച്ച ശേഷം അതൊക്കെ ഇതിന്റെ മുമ്പൊന്നും അറിയില്ലാനോ ഈ MSR കോലത്തിലും നോക്കാം. സമസ്തന്റെ പ്രവർത്തകന് മാത്രമേ മദ്രസ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളൂ, അല്ലാത്തവരും സമസ്തന്റെ മദ്രസ പഠിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഇനിയിപ്പോ വിശാല മെമ്പറായിട്ടുള്ളൊരു മെമ്പറോ സമസ്തയുടെ ഔദ്യോഗിക മെമ്പറോ ആണെങ്കിൽ സ്റ്റേജ് പങ്കിടാൻ പാടില്ല. ആരേക്കും സംസ്ഥാനക്കാരേറ്റും വ്യക്തിക്കാരേറ്റും അതുപോലെ മറ്റാരേറ്റും ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതൊന്നും നാട്ടുകാരറിയില്ല. എവിടെയെങ്കിലും ഒന്ന് കാണുന്നത് ഇവർക്ക് തിരിയുള്ളൂ. ഇവിടെ കാണുമ്പോൾ ചിരി മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. നേതാക്കന്മാർക്ക് സ്റ്റേജൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ കൂട്ടരെ? എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തമ്മിൽ തല്ലുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ വ്യക്തിപരമായി ഓരോരുത്തർ ഈ വിധത്തിലൊക്കെ പറയുന്നത്? എന്തൊക്കെയാ അപ്പൊ വാട്സാപ്പിലൂടെയൊക്കെ നടത്തുന്നത്? ഒരാൾ സോഫ്റ്റ്വെയറായാലും എന്താ നടത്തുന്നത്? ഒരാൾ സോഫ്റ്റ്വെയറായി കടന്നാൽ അതിന്റെ പേരിൽ മറ്റേ കൂട്ടിൽ ചിരിക്കുക, ബഹളിക്കാൻ മറ്റേ ആക്കണമെന്ന് പറയാം. അത് അവരാ പറയുന്നത് വിചാരിച്ച് ഒക്കെ സുഖമായിക്കണം റാഹത്തായിക്കിടുന്നു മറ്റേ കൂട്ടിൽ പറയാം. ഇതൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. എന്തെല്ലോ നടക്കുന്നു ഒരാക്കോണം. മനുഷ്യർക്ക് ചെന്നാലോ അവരുടെ നേതാവാണെങ്കിൽ മറ്റേ നേതാവിന് അവിടെ ചെന്നുകൂടാ, കാണാൻ ചെന്നുകൂടാ. കാണാൻ ചെന്നാലും അവിടെ പിടിക്കുന്നതും സുഖം കൂടുന്നതൊക്കെ എവിടേക്കപ്പോൾ എത്തി നിൽക്കുന്നത്? എന്തു തരം സംസ്കാരമാണിതൊക്കെ? മറ്റേതെങ്കിലും കൂട്ടിൽ 2 സംഘമായി പ്രവർത്തിക്കുന്ന കാലത്തിലൊക്കെ കേട്ടുകൊള്ളുക. ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കേണ്ട നമ്മളല്ലേ ഇതൊക്കെ മാറുന്നത്? എങ്ങനെ വന്നാലും 2 കൂട്ടരും മുസ്ലിമല്ലേ? ഒരു മുസ്ലിം എന്ന നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മുസ്ലിമിനുള്ള പവിത്രത എത്രയാണ് സഹോദരങ്ങളെ? മഹരായിബിലേക്ക് നോക്കിക്കൊണ്ട് പറയുമെന്ന് ഭവനെ എത്ര മഹത്തരമായി ഇത്ര മഹത്വമുള്ളവരുടെ പവിത്ര പുസ്തകമാണ്. പക്ഷേ ഏറ്റവും വലിയ പവിത്രത നിന്റെ പവിത്രതയേക്കാൾ സ്ഥാനത്തേക്കാൾ ഒരു മുസ്ലിമാണെന്ന് മനസ്സിൽ അയാൾക്ക് പവിത്രതയുണ്ട്. ഈ അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നിങ്ങൾ കഅബ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഅബ ചുറ്റിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് തങ്ങൾ പറയുന്നു, എന്ത് പരിശുദ്ധം, എത്ര പരിശുദ്ധം, നിന്റെ ഗന്ധം സുഗന്ധം, എത്ര സുഗന്ധം, എത്ര നല്ല വാസന, നിന്റെ സമഹത്തരം, നിന്റെ പവിത്രതയത്ര, നിന്റെ പൂർണ്ണതയുടെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടവൻ പറഞ്ഞുവല്ലേ എന്റെ ശരീരം നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെയാണ്. ഒരു വിശ്വാസിയായ മുസ്ലിമായ കേവലം ഒരു മുസ്ലിമായ മൂന്നായ മനുഷ്യന്റെ പവിത്രത
നിന്റെ പവിത്രതയേക്കാൾ മഹത്തരമാൻ ബ്രഹ്മവും ചെയ്ത ഹദീസ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ധരിക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പവിത്രത, അയാളുടെ രക്തത്തിന്റെ പവിത്രത, അയാളുടെ സമ്പത്തിന്റെ പവിത്രത, അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടാൻ പാടില്ല, അവരുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കാനോ മാനവെടുക്കാനോ പാടില്ല. ഒരു മനുഷ്യൻ ഒരു മുന്നിനാൾ മനുഷ്യനെ ഒന്ന് പ്രേരിപ്പിച്ചാൽ ആ പ്രേരിപ്പിച്ചവനെ ഭയങ്കരമായ അവർ അള്ളാഹുക്കാരൻ നിർദ്ദേശം നൽകുകയില്ല, അവർ അള്ളാഹു പ്രേരിപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ മുഴുവനായ മനുഷ്യന്റെ ചെറുപ്പ് തമാശന് വേണ്ടി യോഗത്തിന് വേണ്ടി തമാശക്ക് വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്നു മറ്റൊരാൾ. ഈ മുഴുവനായ മനുഷ്യൻ ആ ചെരുപ്പ് അന്വേഷിച്ചുകൊണ്ട് പഴകുകയാണ്. അയാൾ തന്റെ ചെരുപ്പ് വെച്ചു എന്ന് നോക്കുകയാണ്. നമ്മൾ പള്ളിയിൽ ചെരുപ്പ് വെച്ചിട്ട് കയറിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോ രക്ഷോട്ട് ചെരുപ്പ് കാണില്ലെങ്കിൽ എത്ര മറുക്കം വരും. ചെരുപ്പിന്റെ ദിന നോക്കിയല്ല, പൊട്ട ചെരുപ്പാകാം, പക്ഷെ ഇട്ടുകൊണ്ട ചെരുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. നടുറൂട്ടിൽ വെച്ച് കാലിന്റെ ചെരുപ്പിന്റെ വാറൊന്നു പൊട്ടിയാൽ കിട്ടുന്ന വാറാണെങ്കിലും നമ്മൾ ആകെ വൈക്കത്തിന് വരില്ലേ, ലജ്ജായുസനാകില്ലേ. ഇതാണ് ചെരുപ്പ്. ആ ചെരുപ്പ് നൽകാണെന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അദ്ദേഹം ഒന്ന് നൽകി പറയുമ്പോ അല്ലാതെ റസൂൽ ചോദിച്ചു, എന്ത് ചെയ്യുന്നുണ്ട്, എന്താണിത് സംഭവം? അദ്ദേഹത്തെ പേടിപ്പിച്ചു. സമാജത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചെരുപ്പ് വെച്ചിരിക്കുകയാണ്. ആരംഭനബികരെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു മുസ്ലിമായ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുത്താൻ പാടില്ല, ഞെട്ടിക്കാൻ പാടില്ല. ചെരുപ്പ് ഒളിച്ചു വെച്ച് വിനോദത്തിന് വേണ്ടി പോലും നിങ്ങൾ അങ്ങനെ പ്രേരിപ്പിക്കാൻ പാടില്ല. മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് പേടിയുണ്ടാകുന്നത് ഭയങ്കര അക്രമമാണ്. അള്ള ഖുർആൻ എന്ന ഒരിക്കലും പൊറുക്കാത്ത മഹാഭാപത്തെ പറ്റിയാണ് അള്ള ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ മുഴുവൻ അവരിൽ എന്ന പദപ്രയോഗമാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ പേടിപ്പിക്കുന്നതിന് അള്ളാഹു തആല നൽകിയെങ്കിൽ ഏറ്റുകാരനായാൽ പേടിപ്പിക്കാം, ഏറ്റുകാരനായാൽ പേര് പറയാം, ഏറ്റുകാരനായാൽ ഇങ്ങോട്ടും പേര് പറയാം, ഇങ്ങോട്ടും പേടിപ്പിക്കാം. അയാളുടെ മാനമില്ല, അയാളുടെ അഭിമാനമില്ല, അയാളുടെ സമ്പത്തിന് വിലയില്ല, അയാളുടെ അറിവിന് വിലയില്ല, അയാളുടെ ശരീരത്തിന് വിലയില്ല. നൃത്തം ചെയ്യാം, അടിക്കാം, അടിച്ചുകൂടാം, അത് പണിയിൽ നിന്നാകാം, അതിൽ കൂട്ടിയാലും കുഴപ്പമില്ല, മുസ്ലിമിന്റെ രക്തം ചെയ്യാനും കുഴപ്പമില്ല. ആരാണ് സഹോദരങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്? ജംഇയ്യത്തുൽ ഉലമാ, പണ്ഡിത സംഘടന, അലിമാണന്മാരുടെ കൂട്ടായ്മ. ഈ അലിമാണന്മാരുടെ കൂട്ടായ്മയാണ് പാവപ്പെട്ട ജനങ്ങളെ ഭരിക്കുന്നത്. ഇതാണ് നാട്ടിലെ പള്ളികളും തങ്ങളുടെ നാട്ടിലെ മദർസകളുമെല്ലാം തങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണ്ടേ, ഇങ്ങനെയുള്ള സംഘടന കണ്ടുപോട്ടും നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? ഇതൊരിക്കലും 50 കൊല്ലം ആയിട്ടും കേരള സംസ്ഥാന ജമിയത്തുകളുടെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ട്. പ്രവർത്തിക്കാൻ അറിയാം, പ്രവർത്തിക്കാൻ റൂട്ടുണ്ട്, ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്ക് SBS പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ആക്കിക്ക, തെറി വിളിപ്പിക്കുക, മൗലിയോടും ഒന്നിച്ച് നടത്താൻ വയ്യ, ഒരു വ്യക്തിയുടെ സാഹചര്യം നിശ്ചയിക്കാൻ വയ്യ, നാടിന്റേതായ ആഘോഷങ്ങളിൽ ഒന്നിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പോയാൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ലീഗിന്റെ ഒരു നേതാവ് ഇപ്പൊ എപ്പിക്കാരെ വല്ല യോഗത്തിലും പങ്കെടുത്തു, സംസ്ഥാനക്കാരെ യോഗത്തിലും പങ്കെടുത്തു എന്ന് കേട്ടാൽ പേടിയാ. വലിയ നേതാക്കളൊക്കെ പിന്നെ പറയും വേണ്ട, എല്ലാവർക്കും വേണ്ടല്ല, പണക്കാരെ തന്നെയാണ് മൂലയാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട. മറ്റൊരാളിലേക്ക് പോയാൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, എന്ത് പിഴച്ചു ഇവിടെ സംഘടനകൾ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇതിനൊന്നും മാർഗരേഖയില്ലേ, ആദർശമില്ലേ, നിയമമില്ലേ, ശറയില്ലേ, ശരിയാക്കില്ലേ? നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ നിയമങ്ങളൊക്കെ കളഞ്ഞു കുടിച്ചുകൊണ്ടുള്ള പോക്ക് കൊണ്ടാണ് കുഴപ്പം. ആ പോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിലെ മദ്രസകളിലേക്കും പള്ളികളിലേക്കും ഒക്കെ എത്തിയിട്ട് നമുക്കിപ്പോ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറുപ്പക്കാർക്ക് വരെ ഒരു പുതിയ എണ്ണ കിട്ടണമെങ്കിൽ ആ ചെറുപ്പക്കാരനെ പറ്റി മഹലിലെ പള്ളിക്ക് നേതൃത്വം അറിയണം. നമ്മളെ നാട്ടിലെ ഒരു പെണ്ണിന് വിധവാ പെൻഷൻ കിട്ടണമെങ്കിലോ
അല്ലെങ്കിൽ വിധവ എന്നയാൾക്കൊരു കൊരണ്ടാക്കുന്ന സഹായം കിട്ടണമെങ്കിലോ സർക്കാർ വല്ലതും കിട്ടണമെങ്കിലോ ഈ പെണ്ണ് കാര്യം തീർക്കപ്പെട്ട തൊലാക്ക് തല്ലപ്പെട്ട പെണ്ണാണ് എന്ന് പള്ളിക്കത്ത് എത്തിക്കണം. കാവേരി എഴുത്തോ മാനേജ്മെന്റിന്റെ എഴുത്തോ. ഇത് കിട്ടുന്ന നേരത്ത് ഈ ചെറുപ്പക്കാരൻ മറ്റേ പാർട്ടിയിലെ പ്രവർത്തകരാണ്, ഓനിവിടെ വികൃതിയാക്കിയാ നടക്കുന്നത്, മഹലിന്റെ പൊതു സംവിധാനത്തിൽ വർത്താൻ നടത്തുന്ന എഴുതിക്കോട്ട ആ കുട്ടിക്ക് ഗുണപ്പമില്ല. ഇങ്ങനെയാണ് ഈ സംഘടന വളർത്തുന്നത്. പ്രേരിപ്പിച്ചിട്ട് സംഘടന വളർത്തുക, സംഘികൾക്ക് മേക്കറി പേടിപ്പിച്ചിട്ട് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അക്രമം കാട്ടിയിട്ട് മെരിച്ചിട്ട് നിർത്തുക. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുമോ? ഈ സംഘത്തോട് വല്ല കൂറും അങ്ങനത്തെവർക്ക് ഉണ്ടാകുമോ? ഇത് പോയി എവിടെ വെക്കുമെന്ന് ചോദിക്കുക. ഞാനിത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഓരോ ആളുമാരും ഈ ദൗത്യ മുസ്ലിംക്കറിയാം, സ്വലാത്ത് നാട്ടിൽ രണ്ടാമൊന്നും വേണ്ടല്ലോ, സ്വലാത്ത് ചൊല്ലി ഇനിയിപ്പോ പള്ളിക്കത്തെ കാലിൽ എത്തിക്കൊടുക്കണം. എന്റെ ആവശ്യം എന്ന് വെച്ചാല് വിധവാ പെൻഷൻ കൊടുക്കാനാണ്. ഒരാൾക്ക് ഗൾഫ് പോകണമെങ്കിൽ വിവാഹം ചെയ്തവരാണോ, അവന്റെ പെണ്ണിന് വിവാഹം ചെയ്തവരാണോ, പാസ്പോർട്ട് എടുക്കണേ കാവേരി എഴുത്തു വേണം, അല്ലെങ്കിൽ പള്ളിക്കൽ എഴുത്തു വേണം. അതിനൊക്കെ മഹല്ല് പാർട്ടി നോക്കി സംഘടന നോക്കി എഴുത്തു കൊടുത്തെങ്കിൽ നടക്കുള്ളൂ എത്തിയാൽ നമ്മുടെ പൊതുമഹല്ല് സംവിധാനം എവിടെ തിരിച്ചുപിടിക്കാനാവും സഹോദരന്മാരെ? നഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പം തന്നെ പിടിച്ചില്ല എങ്കിൽ കനത്ത വില സമുദായം സമൂഹം അതിന് നൽകേണ്ടി വരും. അതുകൊണ്ട് നാട്ടുകാരുടെ പള്ളിയെ കേന്ദ്രീകരിച്ചുള്ള മഹല്ല്, നാട്ടിലെ മുസ്ലിംകളുടെ മഹല്ല്, ഈ മുസ്ലിം മഹല്ലുകൾ നഷ്ടപ്പെടുന്നത്, മുസ്ലിം മഹല്ലുകൾ ഇല്ലാതാവുന്നത്, മുസ്ലിമീങ്ങൾ പൊതുവായുള്ളവർ, അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നവരൊക്കെ എതിർത്ത് പോകുന്നവർ പോകട്ടെ, സ്വന്തമായി പോകുന്നവർ അവരെ നമ്മൾ നോക്കണ്ട. നമുക്ക് മഹല്ല് വേണ്ട, മഹല്ലിന്റെ റസീദ് വേണ്ട, നമ്മൾ ഒറ്റക്ക് പോകുക, നമുക്കൊരു പള്ളിന്റെ നമുക്കൊരു കൂട്ടാവുന്നിടത്ത് പോകട്ടെ. പറയും മഹല്ല് മുസ്ലിമീങ്ങളായി നിൽക്കാൻ എന്ത് നൽകണമോ അത് നൽകേണ്ടവർക്ക് സംഘടനാപരമായിട്ട് ഓരോ വിധേയത്വം ഒന്നിനോട് പുലർത്തണം എന്ന് പറയുന്നത് ആശയപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ കൈവെക്കലല്ലേ, മതസ്വാതന്ത്ര്യത്തിന് കൈവെക്കല്ലേ? ഇതിന് കേസെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് MSR ഇങ്ങനെ വ്യവസ്ഥിക്കണമൊക്കെ. അത് നിങ്ങൾ പഠിച്ചിക്കണോ? മല്ലിമീങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കേസെടുക്കും കുറച്ച് കഴിഞ്ഞാല് ഈ കോടതിയിൽ കേസെടുത്താൽ അപ്പം MSR ഉള്ളവർക്കേ പറ്റുള്ളൂ എന്നാണ്. MSR അവനില്ല എന്ന് പറയാനാ, അതായത് മല്ലിമിന്റെ ഒരു സർവീസ് അയാൾക്ക് ഇല്ല എന്ന് പറയാനാ ഇതൊക്കെ കാട്ടുന്നത്, ഈ രേഖകളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ സാധുവിന് കോടതിയെ സമീപിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കുകയും അതിനുള്ള സന്ദർഭം പോലും അതേ ആളെ കൊണ്ട് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തിട്ട് ആർക്ക് വേണം ഈ വിശ്വാസവും ആശയവും ഒക്കെ തങ്ങളൊപ്പം നിൽക്കണമെന്ന വാശി, സംഘടനാപരമായ സന്തുലിതത്വം ഇതൊരിക്കലും ആശാസ്യമല്ല, ഇതൊരിക്കലും നല്ലതല്ല. ഇക്കാര്യം എല്ലാവരും തിരിച്ചറിയുന്ന നിർത്തുകയാണ്. സുബ്ഹാനഹു വ തആല നമ്മുടെ പഴയകാലത്തുള്ള മഹല്ലുകളെയും മഹല്ലു സംവിധാനങ്ങളെയും എങ്ങനെ അല്ലാഹു സഹായിച്ചോ അതുപോലെ വീണ്ടും സഹായിക്കുമാറാവട്ടെ. അത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയും മുസ്ലിം മഹല്ലുകളായി നിലകൊള്ളുന്നതിന് വേണ്ടിയും മഹല്ലിലെ മുസ്ലിമുകൾക്കെല്ലാം മഹല്ലിന്റേതായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സന്ദർഭങ്ങളും എല്ലാം വകവെച്ചിരിക്കുന്നതിന് വേണ്ടിയും എന്തൊക്കെ വേണ്ടി വന്നാലും ത്യജിക്കേണ്ടി വന്നാലും നമ്മൾ ത്യജിക്കണം. ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മറ്റൊരു വിദ്യാഭ്യാസം ഉണ്ടാവും. ഒരു പാഠപദ്ധതി ഉണ്ടെങ്കിൽ വേറൊരു പാഠപദ്ധതി ഉണ്ട്. ഇവിടെ പഞ്ഞല്ല, കുട്ടികൾ പഠിക്കണമൊക്കെ ഒന്നിനെയാണ്. സംഘടനാപരമായ പഠനമൊന്നുമല്ല. അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. അപ്പൊ അതൊന്നും പേടിച്ചു നിൽക്കാതെ ഭയപ്പെട്ടു നിൽക്കാതെ നമ്മുടെ നാടിന്റേതായ പള്ളിയെന്നും നമ്മുടെ മഹല്ല് എന്നും മുസ്ലിമീങ്ങളുടെ മഹല്ല് എന്നും സംവിധാനം തകർക്കാതിരിക്കാനും എല്ലാവരും ഈ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയത്തെ ഏറ്റെടുക്കുകയും ഈ ആശയത്തെ പ്രചരിപ്പിക്കുകയും ഈ സന്ദേശത്തെ സ്വീകരിക്കുകയും ഇത് മറ്റുള്ളവരുടെ കാതിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത് നമ്മൾ ഒരു സംഘടനയുള്ള വിരോധം കൊണ്ട് പറയുകയില്ല. ഇതിനിപ്പോ ഇരയാകുന്നത് ആരാണ് നടത്തുന്നത് വെച്ചാൽ പോലെ. അപ്പൊ അവരെ പറ്റി പറയുന്നുവെന്നേ ഉള്ളൂ. കാരണം പൊതുമഹല്ല് സംവിധാനങ്ങളൊക്കെ ഓർക്കാൻ കിട്ടിയത് അല്ലാത്തവർക്ക് ആയിപ്പോയില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു കൂട്ടരോടുള്ള വിരോധം കൊണ്ട് പറയല്ല. പൊതുമഹല്ലുകളൊക്കെ കിട്ടിയത് പഴയ പാരമ്പര്യമുള്ള സംസ്ഥാനങ്ങൾ നൽകാണ്. അപ്പൊ അത് കിടത്തേക്കാൻ വേണ്ടി ഓടി നോക്കുമ്പോൾ അവരോടായി പോയി സംസാരിക്കുന്നതിനേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആളുകൾ മറ്റുള്ള പരിപാടി മഹല്ലുകളുടെ നല്ല സംരക്ഷണത്തിന് വേണ്ടി ശരിയായ നിയമനത്തിന് വേണ്ടി നടത്തുന്ന ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത്തരം പരിപാടികൾ സഹകരിക്കുക. അല്ലാതെ ഏത് വിധത്തിൽ സഹകരിച്ചവരെയും കബൂലാക്കുമോ. നമുക്കൊന്നും ആരംഭില്ല. വെള്ളിച്ചരാവല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി